കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. यीशु मसीह के नाम में मैं आप सबका स्वागत करता हूं. ഒരു വാക്കിലെങ്കിലും നന്ദി പറയാൻ ദൈവം ഈ വർഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വായ്കളെ തുറന്ന് അവനൊരു നന്ദി പറഞ്ഞാട്ടെ. अगर कोई एक भी चीज उसने आपके लिए ये साल की है तो अपने मुंह को खोलकर उसकी स्तुति करे, उसको धन्यवाद दे. Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Lord. ഒരു മിനിറ്റ് എല്ലാ കണ്ണുകളും അടച്ച് सारी आंखें बंद करें. അപ്പച്ചനോട് നന്ദി പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ച് पिता को धन्यवाद देकर प्रार्थना करें. थैंक यू लॉर्ड. वी थैंक यू जीसस. वी थैंक यू जीसस. ഇനിയുള്ള ഓരോ മിനിറ്റുകളും ഈ വർഷം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടായിരിക്കണം. ये साल का अंत हर एक क्षण हम परमेश्वर को धन्यवाद देकर इस साल के अंत में प्रवेश करना है. നിന്റെ ചുവടിന്റെ തൊട്ടടുത്ത് മരണമെത്തി. तेरे कदमों के पास तक मृत्यु पहुंची थी. നീ അതറിഞ്ഞില്ല. तू भले ही उसको जान नहीं पाया. പക്ഷേ ആ മരണത്തിനും നിന്റെ പാദപിടത്തിനും ഇടയിൽ ഒരു കരമുണ്ടായിരുന്നു. पर तेरे और उस मृत्यु के बीच में एक हाथ था. നിന്റെ കാൽ ചുവടിനും ആ മരണത്തിനും ഇടയിൽ ഒരു കരമുണ്ടായിരുന്നു. तेरे और उस मृत्यु के बीच में एक हाथ था. ആ കരത്തിന്റെ പേരാ സമൃദ്ധിയായ ജീവന്റെ കരം. और उस हाथ का नाम है समृद्धि में जीवन देने वाला परमेश्वर का हाथ. आमीन. നീ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ജീവന്റെ സമൃദ്ധി ഉള്ളതുകൊണ്ട്. और आज तू यहाँ इसलिए बैठा है कि वो जीवन की समृद्धि तेरे पास है. आमीन. ചിലർ ഇവിടെ ഇരിക്കുന്നത് ഗ്രേസ് പീരിയഡിലാ. कुछ लोग यहाँ कृपा के समय में बैठे हैं. लदारगशमदरे റിഗാദലാരവസ്യ. നിന്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ കർത്താവ് നിന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുക. तेरे उम्मीदों से भी ऊपर परमेश्वर ने तुझे उठाया है. यस लॉर्ड. 2021 നിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. 2021 तेरे जिंदगी में नहीं था. കർത്താവ് എഴുതി ചേർത്തതാ. परमेश्वर ने उसको लिखकर जोड़ा है. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. परमेश्वर किसी से वाणी कह रहा है. शारमा दिया. Oh, we worship you. നന്ദി പരിശുദ്ധാത്മാവേ. Oh, we worship you. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. सारी महिमा हम तेरे को देते हैं परमेश्वर. അപ്പം ഞങ്ങൾ തുറന്ന് സമ്മതിക്കട്ടെ. हम इस बात का अंगीकार करते हैं पिता. അങ്ങ് കൊതിച്ചതുപോലെ ഞങ്ങൾക്ക് അങ്ങയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. जैसे आप इच्छा रखते थे उस प्रकार आपसे प्यार नहीं कर पाए. പക്ഷേ ഇന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നു. पर आज हम इस बात का भरोसा देते हैं परमेश्वर. ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള നാളുകൾ അങ്ങേ ആഴത്തിൽ സ്നേഹിക്കുന്നവരാക്കി ഞങ്ങളെ. आने वाले दिनों में समय में पिता गहराई से तुझसे प्रेम करेंगे, प्यार करेंगे पिता. കർത്താവേ, शालमा ഏറ്റവും അടുത്ത് നിന്റെ കൂടെ ഇരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. पिता हमें ये मौका दे कि हम तेरे करीब आकर बैठे. यस लॉर्ड. रला रमा शाखार बलवासी ഉടമന മരബ ശിഖാര ബലബര ശിഖാര ദരഗ ശിഖാരിയാന്തല. 70 ഒരാളായിട്ടല്ല, 70 में एक व्यक्ति बनकर नहीं, 120 ഒരാളായിട്ടല്ല, 120 में एक व्यक्ति बनकर नहीं, 12 ഒരാളായിട്ടല്ല, 12 में एक व्यक्ति बनकर नहीं, 3 ഒരാളായിട്ടല്ല, 3 में एक व्यक्ति बनकर नहीं. നിന്റെ മാറിടത്തിൽ ചാരിയനായ ഏക വ്യക്തിയായി മാറാൻ. ओ तेरे सीने पे सर लगाकर जिस प्रकार वो एक व्यक्ति बैठा था उस प्रकार तेरे साथ बैठने ആ के लिए, യോഹന്നാനെ പോലാകാൻ. उस यूहन्ना की तरह. शामना दरा बला बरा बशिखार दरगसी. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് നിന്റെ കൂടെ അവിടെ സഞ്ചരിച്ച പൗലോസിനെ പോലാകാൻ. उस तीसरे स्वर्ग तक उठाया गया जो पौलोस था, जो तेरे साथ यात्रा करता था, उस पौलोस के समान.
श्याम दरा 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 ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. हम हमारे आप को समर्पित करते हैं पिता। അപ്പൊ ഇതൊരു പ്രത്യേക കുടുംബമാക്കി നീ മാറ്റണം. इस परिवार को एक खास परिवार बनाना पिता। ഈ കൂട്ടം ഒരു സ്പെഷ്യലാന്ന് നീ തെളിയിക്കണം. तो साबित करना कि एक झुंड खास झुंड है, ദൈവത്തിന് Thank you, പ്രിയപ്പെട്ടവരാന്ന് തെളിയിക്കണം. हम तेरे प्रिय है, इसको साबित करना पिता। ഞങ്ങളെ മുറ്റും നിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. हम हमारे आप को तेरे हाथों में समर्पित करते हैं। പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना इसलिए धन्यवाद। യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में मांगते हैं और कलीसिया ने कहा ആമേൻ. ആമേൻ. യേശു ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പ്രാർത്ഥന. जो व्यक्ति ये इच्छा रखता है कि मुझे यीशु मसीह के करीब ही रहना है, उस व्यक्ति के लिए सबसे ज़रूरत बात यही है कि वो प्रार्थना करे। നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവർ, हम सब प्रार्थना करने वाले हैं, പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്. ഇപ്പം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. पर हम ये नहीं जानते कि प्रार्थना करना कैसा है। പക്ഷെ നമ്മളങ്ങ് അവകാശപ്പെടുക നമ്മൾ पर പ്രാർത്ഥിക്കും. हम सब बोलते हैं कि हम प्रार्थना करते हैं, എന്നാൽ ദൈവം എന്താ പ്രാർത്ഥനയും നമ്മളെ പഠിപ്പിക്കും. लेकिन परमेश्वर हमें सिखाएगा कि प्रार्थना क्या है। आमीन। രണ്ടാഴ്ചക്ക് മുമ്പ് മസ്കറ്റിലെ നമ്മുടെ വർഷിപ്പിന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. 2 हफ्ते पहले जब हमारी मस्जिद की कलीसिया में मैं प्रचार कर रहा था तो मैंने इस प्रकार कहा, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രതിഫലവുമുണ്ട്. कि प्रार्थना का जवाब भी आता है और प्रार्थना का इनाम भी मिलता है। നമ്മൾ ഇതുവരെയും മറുപടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളൂ. हमने आज तक सिर्फ जवाब मिलने वाली प्रार्थना ही की है, പ്രതിഫലത്തിന് വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. प्रतिफल या इनाम मिलने वाली प्रार्थना नहीं की है। പ്രതിഫലം കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കണ്ടേ, इनाम मिलने के लिए प्रार्थना नहीं की जाती, പക്ഷെ പ്രാർത്ഥിച്ചാൽ പ്രതിഫലം കിട്ടുമെന്ന് വചനം പറയും. पर वचन कहता है कि प्रार्थना करने वाले को प्रतिफल मिलता है, इनाम मिलता है। ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. आज मैं उसके बारे में प्रचार नहीं करना चाहता। 1 തീയതി ഞാൻ ചില ദൂതുകൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തരാൻ ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്നു. 1 तारीख को मैं उसके बारे में आपसे वचन से बांटूंगा, ऐसे मैं इच्छा रखता हूँ। എനിക്കൊരു സന്തോഷമുണ്ട്. मुझे एक बहुत खुशी की बात है, ഈ വർഷത്തിൽ ഒരു സൺഡേയും മുടക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. कोई भी संडे सर्विस में मैं घर नहीं बैठा, सारे मुझे अटेंड करने के लिए परमेश्वर ने मौका दिया। आमेन, आमेन। ആരോഗ്യം എന്നോട് പറഞ്ഞു വീട്ടിൽ ഇരിക്കാൻ. मेरी जो ताकत थी मुझसे कहता था कि घर बैठ। എൻ്റെ അകത്തിരിക്കുന്ന കർത്താവ് എന്നോട് പറഞ്ഞു നീ ആരാധനയ്ക്ക് വരാൻ. मेरे अंदर जो परमेश्वर है वो कहा कि जा कलीसिया जा, आराधना करने जा। ഞാൻ ആരോഗ്യത്തെ പുറകോട്ട് തട്ടി യേശുവിനെ അനുസരിച്ചു. और मैं उस ताकत की बात ना सुनकर यीशु की बात मानकर कलीसिया में आया। आमेन। എല്ലാ ദിവസവും ശുശ്രൂഷിക്കുകയും ചെയ്തു. और हर रविवार को सेवकाई करने का सेवकाई भी की। കർത്താവ് തന്ന എല്ലാ ആരോഗ്യത്തിനും ദൈവത്തിന് നന്ദി. परमेश्वर ने जितनी भी ताकत दी है उसके लिए परमेश्वर का महिमा करता हूँ। आमेन। थैंक यू जीसस। ഈ വർഷം തുടങ്ങിയപ്പോൾ ഒരാരാധനയ്ക്കായിരുന്നു ഞാൻ പ്രസംഗിച്ച് തുടങ്ങി. जब ये साल शुरू किया तब मैं केवल एक ही आराधना में प्रचार करता था, എന്നാൽ ഫെബ്രുവരി മാസമായപ്പോൾ 2 ആരാധനയ്ക്ക് പ്രസംഗിച്ചു पर തുടങ്ങി. फरवरी महीने से हम मैं दो कलीसियाओं में प्रचार कर रहा हूँ। ഒരു ആഴ്ച തന്നെ ഇന്ത്യയിലും മസ്കറ്റിലും പ്രസംഗിച്ചു. एक ही हफ्ता भारत में और मस्किट की कलीसिया में प्रचार कर रहा हूँ। കർത്താവ് ചെയ്യുന്ന പ്രവർത്തികൾക്കായി സ്തോത്രം. परमेश्वर के कार्य अद्भुत है और उसके लिए परमेश्वर को स्तुति करता हूँ। ഈ വർഷം മസ്കറ്റിൽ ചർച്ച തുടങ്ങാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. हमें परमेश्वर ने ये सौभाग्य दिया कि हम मस्किट में कलीसिया शुरुआत करें। ആമേൻ, आमेन, ആമേൻ. आमेन। ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ 2 കാര്യം നിങ്ങളോട് പറയാം. जब मैं यहाँ प्रार्थना कर रहा था तो परमेश्वर ने मुझसे 2 चीज बोली, वो मैं आपसे बांटना चाहता हूँ। ഒന്ന് യെശയ്യാവിലെ ഒരു വാക്ക്, वो एक एशिया नबी का एक वाक्य, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടേ ഉള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും നിങ്ങൾക്ക്. एशिया नबी का किताब उसका 43rd चैप्टर उसका 18 और 19वां आयत। अब बीती हुई घटनाओं का स्मरण मत करो, ना प्राचीन काल की बातों पर मन लगाओ। देखो मैं एक नई बात करता हूँ, वो अभी प्रकट होगी,
क्या तुम उससे अनजान रहोगे? मैं जंगल में एक मार्ग को बनाऊंगा और निर्जल देश में नदियां बहाऊंगा. आमेन, आमेन. ഇതൊരു പ്രവചന ശബ്ദമായി ഞാൻ നിങ്ങൾക്ക് തരിക. और मैं ये एक भविष्यवाणी नबुवत के तौर पर आपको ये वाक्य देता हूँ. കർത്താവ് പറയുന്നു, ഇന്ന് സന്ധ്യാസമയത്ത് ഇവിടുന്ന് പറയുന്നു, परमेश्वर आज आपसे ये, यीशु मसीह आपसे ये कह रहा है, മുമ്പുള്ളതെല്ലാം ഇവിടെ കുഴിച്ചു മൂടുക. पुरानी सारी बातों को तो यही दफना दे. കർത്താവ് അത് ഓർക്കുക പോലും വേണ്ട. परमेश्वर कह रहा है तो उसको सोच भी मत. പണ്ടുള്ളത് നിരൂപിക്കാൻ വേണ്ട. और वो प्राचीन काल की बातों के बारे में भी तू सोच मत. അപ്പൊ ഈ വർഷത്തിലെ ഇന്നു വരെയുള്ളതൊന്നും ഓർക്കണ്ട. तो इस साल के अभी तक के कोई बातों के बारे में तू सोच मत. ഇതിനു മുമ്പുള്ള പണ്ടുള്ളത് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. और पुरानी जो बातें हैं उसको भी मन में मत रख. അതിന്റെ കാരണം എന്താ? उसका कारण ये है ഞാൻ പുതിയതൊന്നും ചെയ്യാൻ कि പോകും. देख मैं तेरे लिए एक नई बात को करने वाला हूँ. आमेन. പുതിയതൊന്നും ആരംഭിക്കാൻ പോവാതെ मैं तेरे लिए एक नई शुरुआत को करूंगा. थैंक यू जीसस. കാരണം നമ്മുടെ ദൈവത്തിന് ഇപ്പോഴത്തെ ക്വാളിറ്റി ഇപ്പോഴും സൃഷ്ടിക്കുന്ന ദൈവം. हमारी परमेश्वर की यही खासियत है कि वो सृष्टि करता है. ഇപ്പോഴും സൃഷ്ടിക്കുന്നു. वो अभी भी सृष्टि करता है. അല്ലാതെ ഉൽപ്പത്തി സൃഷ്ടിച്ച് അവസാനിപ്പിച്ച ദൈവമല്ല. ऐसा नहीं कि केवल उत्पत्ति में ही सृष्टि किया और अब नहीं करता. ഇപ്പോഴും സൃഷ്ടിക്കുന്ന वो ദൈവം. अब भी निर्माण करता है. ഇപ്പോഴും അവന് സൃഷ്ടിക്കാൻ കഴിയും. वो अब भी सृष्टि कर सकता है. അതുകൊണ്ടാ ദൈവം പറയുന്നത്, इसीलिए परमेश्वर कहता है മുമ്പുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കുക, कि पुरानी बातों को तुम छोड़ दो എന്നിട്ട് പുതിയതിനു വേണ്ടി കാത്തിരിക്കുക. और नई बात का इंतजार करो. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. देखो मैं एक नई बात करता അടുത്ത हूँ. വാക്യം കേട്ടോ, अब देखियो, അത് ഇപ്പോൾ ഉത്ഭവിക്കും. देखो वो अब भी प्रकट होगी. आमेन. അതിന്റെ അർത്ഥം എന്തുവാ? उसका क्या मतलब है? ഇപ്പൊ എന്തോ ചെയ്യാൻ ദൈവം റെഡിയാ. कि अभी इसी वक्त भी तेरे लिए कुछ करने के लिए परमेश्वर तैयार है. ആ വോയിസ് ഞാൻ വീണ്ടും मैं കേൾക്കുന്നല്ലോ. उस आवाज को फिर से सुन रहा हूँ. ഇപ്പം ചിലത് ഉത്ഭവിക്കാൻ പോവാ. अब भी कुछ चीजों का निर्माण हो रहा है. आमेन. ആത്മമണ്ഡലത്തിൽ ചിലത് ഉത്ഭവിക്കുന്ന നിമിഷം ഇത്. आत्मिक मंडलों में कुछ चीजों की शुरुआत होने का वक्त है ये. നിനക്ക് വേണ്ടി ചിലത് ഉത്ഭവിക്കാൻ तेरे തുടങ്ങും. लिए नई चीजों का निर्माण हो रहा है. शबा रगल खम दरा सिया दरा बाबा 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 शिगल खौडी बिरी बिला बाबा बाबा सिया दरा बाबा बाबा अलखमन दरा सिया दरा बाबा 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 खिला दरा बा शाम दरे दरा सिया. കണക്ട് ആ ദൂതുമായിട്ട്, उस वाणी से अपने आप को जोड़ो. उस शब्द से, ആത്മതലവുമായിട്ട് കണക്ട് ആകുക. इस आवाज से, इस आत्मिक स्तर से अपने आप को जोड़ो. ഓ രക്ഷം यस लॉर्ड. डू अ न्यू പുതിയതൊന്ന് थिंग. ചെയ്യുമെന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. ऐसे नहीं लिखा कि मैं एक नई बात को करूंगा, करता हूं, कर रहा हूं. ഞാൻ ചെയ്യുന്നു എന്നാ പറഞ്ഞത്. वो ऐसे कहता है कि मैं कर रहा हूं, मैं अभी इस नई बात को कर रहा हूं. നടക്കാൻ പോകുന്ന കാര്യമല്ല, ऐसी बात नहीं कि जो आगे घटेगी, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. वो अभी जो हो रही है वो बात को बता रहा है ഞാൻ परमेश्वर. പുതിയതൊന്ന് ചെയ്യുന്നു. देख मैं तेरे लिए नया कर रहा हूं. പുതിയതൊന്ന് ചെയ്യണമെങ്കിൽ अगर नया करना है പണ്ടത്തേത് നീ മറക്കണം. तो तू पुरानी बातों को छोड़ दे. അപ്പൊ അതിന്റെ അർത്ഥം, उसका मतलब ഇപ്പൊ ചെയ്യുന്നത് നിനക്ക് കാണണമെങ്കിൽ कि अभी परमेश्वर तेरे लिए जो कर रहा है, तुझे अगर वो देखना है പണ്ടത്തേത് നീ മറക്കണം. तो तुझे उस पुरानी बातों को भूलना जरूरी है. ചിലത് നിനക്ക് കാണാൻ പറ്റാത്തത്, तू कुछ नई चीजों को इसलिए नहीं देख पा ഇപ്പൊ रहा. സംഭവിക്കുന്ന ചിലത് നിനക്ക് കാണാൻ പറ്റാത്തതിന്റെ കാരണം, अभी जो परमेश्वर तेरे लिए कर रहा है तो उसको नहीं देख पा रहा. उसका एक ही कारण है. നിനക്ക് കാണാൻ പറ്റാത്തതിന്റെ കാരണം तू नहीं देख पा रहा, उसका यही कारण है പണ്ടുള്ളത് നിന്റെ മനസ്സിൽ कि കിടക്കുന്നു. पुरानी बातें, पुरानी चीजें तेरे मन में है. यस लॉर्ड. कितने लोग इसको समझ रहे हैं? നിന്റെ മനസ്സിൽ പലത് പഴയത് കിടക്കുന്നത് കൊണ്ട് क्योंकि तेरे मन में पुरानी चीजें, पुरानी बातें हैं. പുതിയത് അവിടെ ഓപ്പൺ ആകുന്നില്ല. नई चीजों का निर्माण वहां नहीं हो रहा. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ रहे इस बात को? ഞാനത് പറഞ്ഞുതരാം. मैं उसके बारे में बताता हूँ. ध्यान दीजिए. യേശു കർത്താവ് यीशु मसीह
പത്രോസിന്റെ പടകിൽ കയറി. पतरस के नाव पर चढ़ा. കർത്താവ് പറഞ്ഞു വലയിറക്കാൻ പറഞ്ഞു. उसको बोला कि तू जाल बिछा. അവനെന്താ പറഞ്ഞു? उसने क्या कहा? കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. നാഥ രാത്രി മുഴുവനും അധ്വാനിച്ചു. उसने बोला हे मालिक मैंने पूरी रात मेहनत की है, എനിക്കൊന്നും കിട്ടിയില്ല. मुझे कुछ नहीं मिला. അപ്പൊ നിന്റെ മനസ്സിൽ എന്താ ഇരിക്കുന്നത്? तो तेरे मन में क्या है पतरस? ഇന്ന് രാത്രി ഒന്നും കിട്ടത്തില്ല. कि अभी भी कुछ नहीं मिलेगा. അത് നീ ഒന്ന് പൊളിക്കാവോ? क्या तू उसको हटाकर रख सकता है എന്നിട്ടൊന്ന് വലയിടാവോ? और जाल को बिछा सकता है? പുതിയത് ഇപ്പൊ സംഭവിക്കും. एक नई चीज अभी की अभी होने वाली അതിന്റെ है. അർത്ഥം उसका मतलब നിന്റെ വലക്കരണ മീൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. कि जो मछली तेरे जाल में आना है वो इसी समंदर में पड़ी है. അതവിടെ ഉണ്ടായി വരണ്ട. उसको निर्माण करने की അത് जरूरत नहीं. ഓൾറെഡി അവിടെ ഉണ്ട്. वो वहां तेरे लिए पहले से ही मौजूद है. शाबाना നിന്റെ പടകിൽ തന്നെ കയറേണ്ടതാ. वो तेरे ही नाव में आने അത് चाहिए. മറ്റൊരു പടകിൽ കയറത്തില്ല. वो दूसरे नाव में नहीं जाएगी. अरबला शगादरासी उड़ा मना बराबर. നിന്റെ പടകിൽ കയറേണ്ടത് നിന്റെ പടകിൽ തന്നെ കയറും. तेरे नाव में जो आनी चाहिए मछलियां वो तेरे नाव में ही आएंगी. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ. इसलिए देखो പിന്നീട് ഒരിക്കൽ दूसरी एक बार പത്രോസിനോട് യേശു കർത്താവ് പറയുന്നു पतरस से यीशु मसीह कहता है നീ ചൂണ്ടിട് कि तू जाल को बिछा. എന്നിട്ട് അതിട്. നിനക്ക് ചതുർദ്രമപ്പണം അതിനകത്തുനിന്ന് കിട്ടും. तुझे वहां उस मछली के मुंह से वो मोती मिलेगी, सिक्का मिलेगा. അന്നേരം ഡൗട്ട് വന്നില്ല. तब पतरस को शंका या शक आइंदा नहीं कारण आया. उसका कारण क्या है? പഴയ ആ സംശയം ഇപ്പൊ അവൻ്റെ അകത്തില്ല. क्योंकि वो पुराना शक उसके मन में अब नहीं है. പഴയ ചിന്ത അവൻ്റെ അകത്തില്ല. पुरानी वो सोच उसके अंदर नहीं है. ഇപ്പൊ ഏത് പുതിയത് കേട്ടാലും അവന് ഉൾക്കൊള്ളാൻ പറ്റും. अब कुछ भी नई बातों को वो सुनेगा तो भी वो मान जाएगा, वो समझ पाएगा उसको. അതിന് മുമ്പ് എന്താ പറഞ്ഞേ? उसके पहले क्या कहा? ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചെന്ന്. कि मैंने रात को पूरा मेहनत किया है. ഇപ്പൊ അതിനെ കുറിച്ച് പറയാനില്ല അവന്. पर अभी वो नहीं बोलता उसके बारे में. പിന്നീട് തിബരിയാസി വന്നപ്പോ लेकिन उसके बाद जब वो तिबरियास में आया അന്നും ഒന്നും കിട്ടിയില്ല. तब भी उसको कुछ नहीं मिला. അന്നേരം യേശു പറഞ്ഞു വലയിടാൻ. तभी भी यीशु मसीह ने कहा कि जाल डाल. അന്നേരം എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ല. तभी भी उसने ये नहीं कहा कि मेरे पास कुछ नहीं है. ആദ്യത്തെ പ്രാവശ്യം എന്താ പറഞ്ഞേ? तो पहली बार ऐसा क्यों बोला पतरस ने ഒന്നും കിട്ടിയിട്ടില്ല കർത്താവേ. कि നാഥ ഒന്നും കിട്ടിയിട്ടില്ല. कि मालिक मुझे कुछ नहीं मिला. അപ്പൊ അവന്റെ അകത്തെന്തുവാ? तो उसके मन में क्या है? ആ പഴയ എന്ന് പറഞ്ഞാൽ ആ ചില മിനിറ്റുകൾക്ക് മുമ്പിലത്തെ ശൂന്യത അവനെ പിടിച്ചിരിക്കുക. कि उसके पहले रात की जो शून्य अवस्था थी उस अवस्था ने उसके मन को पकड़ लिया है. അത് വെച്ചിട്ട് അവൻ പറയുന്നത് और उस अवस्था में वो बोलता है ഒന്നും കിട്ടിയിട്ടില്ല. कुछ नहीं मिला है मुझे. പക്ഷെ കർത്താവ് പറയുക पर यीशु मसीह उसे कहता നിന്റെ है പടകിൽ കയറേണ്ട മീൻ ദണ്ട് ഈ കടലിൽ തന്നെ ഉണ്ട്. तेरे नाव में आने वाली मछली इसी समंदर में है. അത് നിന്റേതാ. वो तेरा है. അത് നിന്റേതാ. वो तेरा है. ഇത് ചിലരോട് ദൂത് പറയുക. ये मैं नबुवत कह रहा हूँ किसी लोगों ഞാൻ से. പുതിയതൊന്ന് ചെയ്യുന്നു. मैं तुम्हारे लिए एक नई काम को അത് कर रहा हूँ. നിന്റേതാ. वो तेरा है. അത് മറ്റൊരാൾക്ക് പോകത്തില്ല. वो एक दूसरे व्यक्ति के അത് पास नहीं നിന്റെ കയ്യിൽ जाएगा. തന്നെ വരും. वो तेरे हाथ में ही आएगा. Amen. We receive it, Lord. അത് നിന്റേതാ. वो तेरा है. ആരോടോ ഇത് ദൂത് പറയാന്നല്ലോ. परमेश्वर ये नबुवत അത് कह रहा है നിന്റേതാ. आपसे. वो तेरा है. ഡിസംബർ 26 വരെ അത് നിന്റെ കയ്യിൽ എത്തിയില്ല. दिसंबर 26 तक वो तेरे हाथ में नहीं आया. പക്ഷെ 4 ദിവസം पर 4 അത് दिन നിന്റേതാ. वो तेरा है. ഇനിയുള്ള 4 ദിവസം आने वाले ये 4 അത് दिन നിന്റേതാ. वो तेरा है. അത് ഇനിയുള്ള 4 ദിവസം आने वाले ये 4 അത് दिन നിന്റേതാ. वो तेरा है. 2022 2022. ഓ ചിലത് മറന്ന് നീ കേറുന്ന വർഷമാ. ओ कुछ चीजों को तू भूल कर आगे जाने वाला साल അതിനെ है. മറക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ 4 ദിവസം. और उन चीजों को भूलने के लिए ये 4 दिन तुझे दिए हैं. जीसस. പൗലോസ് പറയുക, पौलोस कहता है ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് कि मैं पिछले दिनों की बात को भूलकर ഞാൻ മുൻപിലുള്ളതിനെ നോക്കിക്കൊണ്ട് मैं आगे उस चीज को देखकर दौड़ रहा हूँ. എനിക്ക് വെച്ചിരിക്കുന്ന ലാക്കിലേക്ക് ഞാൻ ഓടുക. मेरे लिए जो दौड़ रखा है उस दौड़ में दौड़ रहा हूँ. Amen. 2022 എനിക്ക് ചിലത് വെച്ചിട്ടുണ്ട്. 2022 में मेरे लिए कुछ चीजें रखी गई അതുകൊണ്ട് है. ഞാൻ മുൻപിലുള്ളത് മറക്കുന്ന ദിനങ്ങളായത്. इसीलिए मैं पीछे वाली उन चीजों को भूलने वाले दिन है.
उडारमा खौडिला रवा शिकारा दला रस्सी। ദൈവം ചിലരോട് വ്യക്തമായി ചൂണ്ടി ദൂത് പറയും. परमेश्वर कुछ लोगों से व्यक्तिगत तौर पर ये नबुवत कह रहा है, भूल जा പുറകിലുള്ളത് മറക്കുക, उस पुराने दिन, उस पुरानी याद को भूल जा, പണ്ടുള്ളത് മറക്കുക, उस पुरानी बातें को भूल जा, നീ കേട്ട ചില നൊമ്പരങ്ങൾ മറക്കുക, तूने सुना हुआ उस दुख की अवस्था को भूल जा, നീ ഒറ്റപ്പെട്ട ചില മേഖലകൾ മറക്കുക, तेरे अकेलेपन की उस अवस्था को तू भूल जा, നിന്നെ വേദനിപ്പിച്ച ചില അനുഭവങ്ങൾ മറക്കുക, तुझे दर्द दिए हुए उस अनुभवों को तू भूल जा, നിനക്ക് നേരെ വിരൽ ചൂണ്ടിയ ചില അനുഭവങ്ങൾ മറക്കുക, तेरे विरुद्ध उठाए उस उंगलियों को तू भूल जा, നീ മറക്ക. तू भूल, പുതിയതൊന്ന് വെച്ചിട്ടുണ്ട്. तेरे लिए एक नए काम को कर रहा है। യോബേ നീ മറക്ക, शारमासी, യോബേ നീ മറക്ക. आयुब तू इसको भूल जा, ഇരട്ടി നന്മ വരുന്നുണ്ട്. एक दुगना आशीष तेरे पास आ रहा है। ഏലിഹു നിന്നെ വേദനിപ്പിച്ചായിരിക്കും, एलियू ने शायद तुझे दर्द पहुंचाया, തേമാനെ ഏലിഫസ് നിന്നെ വേദനിപ്പിച്ച, एलिफस ने तुझे दुख पहुंचाया, പക്ഷെ പുതിയതൊന്ന് വരുന്നുണ്ട്. पर एक नई बात कर रहा हूं। ഇതുവരെ കേട്ടത് നീ കാണാൻ തുടങ്ങാൻ പോവാ. अभी तक जो तूने सुना तू देखने जा रहा നീ है, ഇതുവരെ ദൈവത്തെ കുറിച്ച് കേട്ടവനാ, अभी तक तूने केवल परमेश्वर के बारे में പക്ഷെ सुना ഇന്നു ही, മുതൽ നീ കണ്ടു തുടങ്ങാൻ പോവാ. पर आज से तू उसको देखने वाला है। रमा रदा रगा श्याम നീ दरेसिया। ഇന്നലകളിൽ ശവമാകണ്ടേ, पिछले दिनों में शायद तूने लाश को देखा, 10 ശവങ്ങൾ നിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് നീ കണ്ടു. आयुब तूने 10 लाशों को देखा, എന്നാൽ 10 ജനനം നീ കാണാൻ പോവാ. पर अब तू 10 जन्मों को देखने वाला है। 10 മരണങ്ങളെ നീ മറക്കാൻ, तू उस 10 मृत्यु को भूल जा आयुब, എന്നിട്ട് 10 ജനനങ്ങൾക്ക് വേണ്ടി നീ തയ്യാറാക. पर और वो आने वाले उस 10 जन्मों के लिए तू तैयार हो जा। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? हालेलुया। रमा शखार दला ഓ रबासी। റബലബ ഹതുര ജഗദന. आमेन। എത്ര പേർക്ക് പിടികിട്ടുന്നു? कितने लोग समझ रहे इस बात? ഒന്നുകൂടെ ഞാൻ പറയുന്നു. एक और बार कहता हूं, 10 മക്കളുടെ ശവം വീട്ടിൽ വെക്കുന്നത് കണ്ട അപ്പനാണ് യോബ്. आयुब एक ऐसा पिता है जिसने अपने 10 बच्चों की लाश उस घर में देखी। ഇപ്പൊ അവൻ പ്രായമുള്ളവനാ, अब उसकी उम्र हो चुकी है, പക്ഷെ ദൈവം പറഞ്ഞു നീ അത് മറക്ക. परमेश्वर उसको कहता है तू भूल जा। 10 എണ്ണത്തിന്റെ ജനനം നടക്കാൻ പോവാ. अब 10 व्यक्तियों का जन्म तेरे परिवार में होगा। ആരോടൊക്കെയോ ദൈവാത്മ പറഞ്ഞു ചിലത് ജനിക്കാൻ പോവാ. पवित्र आत्मा के कुछ लोगों से कह रहा है कुछ जन्म होने वाला है, യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में। 2022 ചിലത് ജനിക്കുന്ന വർഷം. 2022 कुछ जन्मों का साल है। അതുകൊണ്ടാ പറഞ്ഞ മറക്കാൻ. इसीलिए कह रहा है कि भूल जा, അതുകൊണ്ടാ ദൈവം പറഞ്ഞ ചിലത് മറക്കാൻ. इसलिए परमेश्वर कह रहा है तू उस पुरानी ചിലത് बातों को भूल ജനിക്കാൻ जा। പോവാ. कुछ चीजों का जन्म ചിലത് होने वाला है, ജനിക്കാൻ പോവാ. कुछ चीजों का जन्म होने वाला है। അബ്രാമേ, इब्राहिम, ചിലത് വഴിതിരിച്ചു വിട്ടടാ. कुछ चीजें रास्ते से हट गई, നിന്റെ വാഗ്ദത്തം വഴിതിരിച്ചു വിട്ടു. तेरे वायदों को रास्ते से हटाने की कोशिश ജനിക്കേണ്ടത് की। ഇസഹാക്കായിരുന്നു, इसहाक का जन्म होना था, പക്ഷെ ഇസ്മയേലാക്കി വഴിതിരിച്ചു വിട്ടു. पर इश्माइल का जन्म हो गया और वायदों का रास्ता बदल गया। ഇസ്രായേലായിരുന്നു ജനിക്കേണ്ടത്, इजराइल का जन्म होना എന്നാൽ ഒരു चाहिए था, മിസ്രൈമാ ജനിച്ചേക്കുന്നത്. पर मिस्र का जन्म हो गया। എന്നാൽ നീ ഒന്ന് മറക്കാൻ തയ്യാറാകും. पर तू क्या उसको भूलने को तैयार है? 100ലും 100 उम्र में भी ഒരു ജനനം നടക്കുന്നു. एक जन्म होने वाला है। ഒരു 100ലും ഒരു ജനനം നടക്കുന്നു. 100 वाले उम्र में भी एक जन्म हो सकता है। ഇന്നലത്തെ പരാജയം നീ ഒന്ന് മറന്നാൽ कल के दिनों की हार को अगर तू भूले तो ഇന്നത്തെ ജയത്തിന്റെ വാഗ്ദത്തം തുറക്കുമെന്ന്. आज की जीत का वायदा तेरे सामने खुल जाएगा। ഇന്നലകളിൽ നിനക്ക് പറ്റിയ പരാജയത്തെ കുറിച്ച് നിന്നെ കുത്തി നോവിക്കുന്ന അനുഭവങ്ങളെ നീ ഒന്ന് മറന്നാൽ, पिछले दिनों की तेरी गलतियों को और उसके पश्चाताप को तू अगर भूले, നീ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടു, तूने परमेश्वर से क्षमा मांग ली है, കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് നീ പറഞ്ഞിട്ടു, तूने बोला है कि परमेश्वर मुझे क्षमा करना, നിന്നെ വീണ്ടും വീണ്ടും അത് കുത്തി നോവിപ്പിക്കുക. फिर भी वो तुझे दर्द पहुंचा रहा है। वो സ്വർഗം बात ഇന്ന് പകല് പറയുന്നു, ഇന്ന് രാത്രി പറയുന്നു, स्वर्ग आज तुझसे कह रहा നീ है, ഓർക്കണ്ട, तू उस बात को सोच ഇതാ मत। പുതിയതൊന്നും നടക്കാൻ പോവാ, देख नई बातें हो रही है, പുതിയതൊന്നും നടക്കാൻ പോവാ. एक नई चीज हो रही है। ഇസ്മയിലിനെ പുറത്താക്കി इश्माएल को बाहर कर ഇസഹാക്കിനെ വീട്ടിൽ സ്ഥാപിക്കുന്ന इसहाक को घर में स्थापना करने वाला, ഇസ്മയേലിനെ മരുഭൂമിയിലോട്ട് വിട്ടിട്ട് इश्माएल को मरुस्थल में बेचकर യാഗപീഠത്തിൽ നിന്ന് ഒരു ഇസഹാക്കിനെ നിന്റെ വീട്ടിലേക്ക്, और याग की वेदी से एक इसहाक को तेरे घर में प्रवेश कराऊंगा। യാഗപീഠത്തിൽ നിന്ന് ഒരു ഇസഹാക്കിനെ നിന്റെ വീട്ടിലേക്ക് याग की वेदी से एक इसहाक को मैं तेरे घर पे भेजूंगा। കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി और ऐसा एक परमेश्वर की योजना ഇപ്പൊ തുടങ്ങുകയാ. अब इसी वक्त शुरू हो रहा है आप लोगों के लिए। आमीन। थैंक यू लॉर्ड। यस लॉर्ड।
Yes, Lord. എത്ര പേർക്ക് शगारा बला മനസ്സിലാകുന്നുണ്ട്? बरा बस्सी आंदरा. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा रहे ഒരു हैं? കാര്യം മനസ്സിലാക്കിക്കോണം. आप ये चीज समझिए. യഹസ്കേൽ പറയും, एजेकेल कहेगा നീ ഇന്ന് അസ്ഥിയായിട്ടുണ്ടെങ്കിൽ कि अगर तू आज एक हड्डी का ढांचा നാളെ है, നിന്നെ സൈന്യമാക്കാൻ कल तुझे सेना बनाने के लिए രക്തം നിയോഗമുള്ളവൻ ഇവിടെ ഉണ്ട്. ऐसा काम करने वाला एक परमेश्वर यहाँ मौजूद है. അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब ഈ ഒരു യഹസ്കേൽ ഉള്ളത് കൊണ്ടാ ഈ സൈന്യം അസ്ഥിയായി. देखिए, क्योंकि एक एजेकेल था इसीलिए ये सेना हड्डी में रूपांतर हुई और उसका अनुवाद परमेश्वर ने ഒന്നുകൂടെ किया. പറയുന്നു, एक और बार कहता ഈ हूँ, അസ്ഥി ഇവിടെ ഉണ്ടായതിന് കാരണം ये हड्डियां यहाँ पे इसलिए है ഇതിനെ സൈന്യമാക്കാൻ കഴിയുന്ന ഒരു പ്രവാചകൻ ഇവിടെ ഉള്ളത് कि കൊണ്ട്. इस हड्डियों को सेना में बदलने वाला एक नबी यहाँ मौजूद है. നീ കടന്നുപോയ ചില പ്രതിസന്ധികൾ तू जिस समस्याओं से गुजरा, എന്തുകൊണ്ടാ കടന്നുപോയെന്നറിയോ? क्यों उस समस्याओं से गुजरा? അതിനകത്തുനിന്ന് പുറത്തു വരാൻ നിനക്ക് കഴിയുമെന്ന് അഭിഷേകം പറയുന്നത് കൊണ്ടാ നിന്നെ അതിനകത്തൂടെ കടത്തിവിട്ട. क्योंकि तेरे ऊपर जो अभिषेक उंडेला गया था, वो अभिषेक बोलता है कि तू उस परिस्थिति से एक विजेता बनकर बाहर आ सकता है. മച്ചിയായ സാറയെ നിന്റെ കൈ തന്നത്, जो बांझ सारा है उसको तेरे हाथों में मैंने इसलिए सौंपा. മച്ചിയല്ലാത്ത ഹാഗാർ നിന്റെ വീട്ടിലുണ്ടായിട്ടും जो हागार थी, जो बांझ नहीं थी, മച്ചിയായ സാറയെ നിന്റെ കൈ തന്നത്. फिर भी उस बांझ सारा को मैंने तुझे दिया. എന്നിട്ട് ആ സാറയിൽ നിന്ന് തലമുറ പുറത്തു വരുമെന്ന് പറഞ്ഞത് और उस सारा से ही एक आशीष बाहर आएगा, ऐसा इसलिए बोला അബ്രാമേ, നിന്റെ അകത്തൊരു അബ്രഹാം ഉള്ളത് കൊണ്ട്. क्योंकि हे इब्राहिम, तेरे अंदर एक इब्राहिम है इसलिए. हालेलुया, आमीन. നിന്റെ അകത്തൊരു ബഹുജാതികളുടെ അപ്പനിരിപ്പുണ്ട്. तेरे अंदर एक अनेक जातियों का पिता छुपा हुआ है. आमीन. शाबाराबा सिखारिया दलरा. നിന്റെ അകത്തിരിക്കുന്ന നിനക്ക് അറിയാത്തത് കൊണ്ടാ क्योंकि तू ये नहीं जानता कि तेरे अंदर क्या है. ദൈവം ഇന്ന് പറയുന്നത്, लेकिन परमेश्वर इसलिए तुझसे कह रहा है, മറക്ക്, उस पुराने चीज को ആ भूल जा പുതിയവൻ പുറത്തു വരട്ടെ. और उस नए चीज को बाहर आने दे तेरे अंदर से. शारबानासी आला बाबा. थैंक यू जीसस. പുറമേ ഉള്ളവന്റെ അനുഭവമാണ് നിന്റെ പഴയത്. लमा दरागस्या. तेरा जो बाहर शारीरिक मनुष्य है उसका अनुभव है तेरी पुरानी बातें. ഒന്നുകൂടെ പറയുന്നു, एक और बार कहता നിന്റെ हूँ, പുറമേ ഉള്ളവൻ തന്ന അനുഭവങ്ങളാണ് നിന്റെ പഴയത്. तेरे शारीरिक मनुष्य ने जो अनुभव दिए हैं वही तेरी पुरानी बातें हैं, पुरानी चोट है. എന്നാ പുതിയത് നിന്റെ അകത്തെ മനുഷ്യന്റേതാ. लेकिन ये जो नई बातें परमेश्वर कह रहा है वो तेरे अंदरूनी मनुष्य के നിന്റെ लिए. അകത്തെ മനുഷ്യന്റെ. ये आगे जो होने वाला है वो तेरे अंदर के उस आत्मिक मनुष्य के लिए है. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നോ? क्या आप समझ रहे हो इस बात നിന്നെ को? കരയിപ്പിച്ചത് നിന്റെ പുറമേ ഉള്ള മനുഷ്യനാ. तेरे शारीरिक मनुष्य, जो मनुष्य है, तेरे बाहरी मनुष्य, निंदे उसने पुरा- तुझे रुलाया. നിന്റെ പുറമേ ഉള്ള മനുഷ്യനാ നിന്നെ ഒറ്റപ്പെടുത്തിയത്. तेरा बाहरी जो शरीर मनुष्य है उसने तुझे अकेला നിന്റെ किया. പുറമേ ഉള്ള മനുഷ്യനാ നിന്നെ തോൽപ്പിച്ചത്. तेरा शारीरिक जो मनुष्य है, व्यक्तित्व है, उसने तुझे हराया. നിന്റെ പുറമേ ഉള്ള മനുഷ്യനാ നിന്നെ തളർത്തിയത്. तेरे शारीरिक व्यक्तित्व ने तुझे निराशा दी. അതിനെ കീഴടക്കി उसके ऊपर एक अधिकार നിന്നെ स्थापन करके പുറത്തെടുക്കുന്ന ഒരു അകത്തെ മനുഷ്യൻ നിനക്കുണ്ട്. तुझे बाहर निकालने वाला एक आत्मिक मनुष्य तेरे अंदर है. അതുകൊണ്ടാ ദൈവം പറഞ്ഞത്, इसीलिए परमेश्वर कहता है പഴയത് കുഴിച്ചുമൂട്, कि पुरानी चीजों को गाड़ दे, പുതിയത് പുറത്തു വരട്ടെ. नई चीजों को बाहर ഇതാ आने ഞാൻ दे. പുതിയതൊന്നും ചെയ്യാൻ പോവാ. ये देखो, मैं तेरे लिए कुछ नया करने वाला हूँ. आमीन. ഓ റബാലബ ഹതുന. थैंक यू जीसस. മോശെ നീ ഒന്ന് വരാമെങ്കിൽ, मूसा, अगर तू आए तो, നീ ഒന്ന് വരാമെങ്കിൽ अगर तू मेरे साथ आए तो ഈ ചെങ്കടലിന്റെ അടിയിൽ വഴിയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. मैं तुझे दिखाता हूँ कि समुंदर के नीचे रास्ता है. थैंक यू 430 जीसस. വർഷമായിട്ട് ആ വഴി അവിടെ ഉണ്ട്. 430 साल से वो रास्ता वही है. लदा रमलवा शखा रबलवा. ഇസ്രായേലിന് നടക്കാനുള്ള വഴിയാ. वो इजरायली लोगों को चलने के लिए था वो रास्ता. പക്ഷെ മോശെ നീ ഒന്ന് വാ. पर मूसा तू आ, ആ മിദ്യാനെ രക്തം പുരോഹിതന്റെ വീട്ടിൽ നീ ഒന്ന് വാ. उस मिद्यान पुरोहित के घर से तू मेरे तरफ वापिस आ. അമ്മായിയപ്പന്റെ അടുക്കൽ നിന്ന് നീ ഒന്ന് തിരിച്ചു വാ. तेरे उस ससुर के उस घर से तू वापिस आ मेरे पास. ഈ ഹോരേബിലോട്ടൊന്ന് വാ. तू इस होरेब के पर्वत पे जरा आ. ഞാൻ പഴയതൊന്ന് കുഴിച്ചുമൂടാ. और मैं उस पुरानी चीज को गाड़ देते ഞാൻ हैं. പഴയതൊന്ന് ഇല്ലാതാക്കാം. मैं उस पुरानी चीज को नाश कर देते എന്നിട്ട് हैं. ഞാൻ പ്രഭുവിനെ പുറത്തെടുക്കാം. और तेरे अंदर से एक प्रभु को बाहर निकालता ഞാനൊരു हूँ. ന്യായാധിപനെ പുറത്തെടുക്കാം. तेरे अंदर से एक न्यायाधीश को बाहर निकालता हूँ.
शाबरबलबरगसिखारियांदलरगसिया। ഇങ്ങനെ ഞാൻ കുഴിച്ചുമൂടാ. वो जो तोतला था उसको मैं यहाँ पर गाड़ता हूँ എന്നിട്ട് യഹോവയുടെ ശബ്ദത്തെ ഞാൻ പുറത്തെടുക്കാം. और उसके जगह पे यहोवा के शब्द को, यहोवा की आवाज को मैं तेरे अंदर से बाहर निकालता हूँ। लमा दरबा शाखारबलबा ऊड़ा मना बरबलबा शाखारदलरगसिया। യഹോവയുടെ നാവിനെ ഞാൻ പുറത്തെടുക്കാം. यहोवा की उस आवाज को मैं बाहर निकालता हूँ। പഴയതൊന്നും മറക്ക. तू उस पुरानी चीजों को भूल जा, നീ പഴയത് മറക്ക. तू पुरानी चीजों को भूल जा। ഫറവോൻ വെല്ലുവിളിച്ചത് മറക്ക. फिरौन ने जो चेतावनी दी भूल जा। നിന്നെ ഇസ്രായേൽ ജനം നിനക്ക് നേരെ വിരൽ ചൂണ്ടിയത് മറക്ക. इजरायलियों ने जो उंगली उठाई तो उसको भूल जा। ഞാൻ പറയുന്നത് നീ കേൾക്ക. मैं जो बोलता हूँ ഇത് सुन ഞാൻ ले। പുതിയതൊന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. मैं नया कुछ करने की शुरुआत ഞാൻ करता हूँ। ചെയ്തു തുടങ്ങി. मैंने शुरू कर നീ दी है। കണ്ണു തുറന്നു നോക്ക്. तू आँख खोल के देख, കണ്ടോ ആ മുൾപ്പടർപ്പ് കത്തുന്നത്? देख वो कैसे जल रहा है वो ഞാൻ झाड़ी। ചെയ്തു തുടങ്ങിയടാ. मैंने शुरू कर दी है, ഞാൻ ചെയ്തു തുടങ്ങി. मैंने शुरू कर दी है। നീ കണ്ണു തുറന്നു നോക്ക്. तू आँख खोल के देख ले, ഓ അത് കത്തി തുടങ്ങി. देख वो झाड़ी जल रही കത്തി है, തുടങ്ങി. वो झाड़ी जल रही है। സഭയെ ദൈവാത്മാ പറയുന്നു. कलीसिया पवित्र आत्मा ചിലത് कहती കത്തി है തുടങ്ങി. कुछ चीजों ने जलना शुरू ചിലത് कर दिया കത്തി है, തുടങ്ങി. कुछ चीजों ने जलना शुरू ചില कर दिया है, അധികാരികൾ കത്തി തുടങ്ങി. कुछ अधिकारियां जलने शुरू कर ചില दिया है, ആധിപത്യങ്ങൾ കത്തി തുടങ്ങി. कुछ अधिकार के स्थान जलने शुरू कर ചില दिया है, വ്യാപാരങ്ങൾ കത്തി തുടങ്ങി. कुछ अधिकार के शक्तियां जलने शुरू कर ചില दिया है, വടികൾ കത്തി തുടങ്ങി. कुछ लकड़ियां जलने शुरू कर ചില दी है, ബന്ധനങ്ങൾ കത്തി തുടങ്ങി. कुछ बंधन जलने की शुरुआत हो गई है। Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഞാൻ വെളിപ്പാടിൽ ഒരു കാര്യം ഇങ്ങനെ കാണുന്നു. मैं ऐसा एक प्रकटीकरण देख रहा हूँ, दृश्य देख रहा हूँ। ചില രജിസ്റ്റർ ചെയ്ത പേപ്പറുകളുടെ അടിഭാഗം വെട്ടിയിട്ട് തിരുത്തി എഴുതുന്നത് ഞാൻ കാണുന്നു. ऐसे कुछ रजिस्टर्ड पेपर को अलग कर फाड़ कर उसको फिर से लिखता हुआ ऐसा एक दर्शन को मैं देख रहा हूँ। എന്നിട്ട് ദൈവാത്മ പറയുന്നു, और परमेश्वर कहता है ഞാൻ തിരുത്തി എഴുതുക. मैं चीजों को बदल कर लिख रहा हूँ ഇതിന്റെ മണ്ടയിൽ നീക്കം വരാത്തൊരു സീല് കുത്താൻ പോവാ. और उसके ऊपर एक ऐसा सील डालने वाला हूँ जो कभी नहीं बदलेगा। थैंक यू जीसस, थैंक यू जीसस, थैंक यू जीसस। We receive കഴിഞ്ഞ ആഴ്ച it, എന്തോ Lord. ദൈവം പറഞ്ഞേ? पिछले हफ्ते परमेश्वर ने क्या അവൻ कहा ഓതറാ. कि वो लेखक है, वो लेखक है। आमेन, आमेन। അവൻ ഓതറാ. वो लेखक है, നിന്റെ വിശ്വാസത്തിന്റെ ഓതറാവൻ. वो तेरे विश्वास का लेखक है। ഇന്ന് രാത്രി ദൈവം പറയുന്നു, आज रात को परमेश्वर कहता है ചിലത് വലിച്ചു കീറുക അവൻ. कि कुछ चीजों को वो फाड़ कर फेंक रहा है, കീറുക. कुछ चीजों को वो फाड़ कर फेंक रहा है। വേണ്ടി അവൻ ചിലത് വലിച്ചു കീറുക. वो तेरे लिए कुछ चीजों को फाड़ कर फेंक रहा അതിൽ है അവൻ എഴുതി തുടങ്ങുക. और कुछ नई बातों को लिखने शुरुआत कर रहा है। അത് ഇപ്പോൾ ഉത്ഭവിക്കും. और वो अभी उसकी सृष्टि ഇപ്പോൾ. होगी, अभी उसकी सृष्टि होगी। അവന്റെ പേര് കുശവൻ എന്നാ. उसका नाम कुंभार है। അവൻ ഉടച്ചാൽ പണിയും. अगर वो तोड़ेगा बर्तन को तो वो उसी को बांधेगा। ഉടച്ചെടുത്ത് കളയുമെന്നല്ല, वो बर्तन को तोड़कर फेंकता അവൻ नहीं, തിരിച്ചു പണിയും. वो कुंभार उसको नया बनाता അവൻ है। തിരിച്ചു പണിയും. वो कुंभार उस बर्तन को नया बनाता है। അവന്റെ കയ്യിലാ.
अभी तू उसके हाथ में ആ है, കളിമണ്ണ് അവന്റെ കയ്യിൽ തന്നെയാ. वो मिट्टी उसके हाथ में है, അത് വേസ്റ്റ് അല്ല, वो तू वेस्ट नहीं है, അത് ഇപ്പോഴും വിലയുള്ളതാ. वो अभी भी बहुमूल्य मिट्टी അതിന്റെ है, രൂപം മാറുമെന്ന്, उसका रूप में बदलावट आएगा, രൂപം മാറുമെന്ന്, उसके रूप में बदलावट നിന്റെ आएगा, അവസ്ഥ മാറുമെന്ന്, वो अब अवस्थाओं में बदलावट നിന്റെ आएगी, സാഹചര്യം മാറുമെന്ന്. तेरे परिस्थितियों में बदलावट आएगी. ಶಗರಗಸ್ಯ ಲಬರಬ ಉಡಬರಬಲಬ ಶಿಗಾರದಲರಗಸ್ಯ ರಿಗಾದಲರಬಲಬ ಶದರಗಸ್ಯ ಮನಬಲಬ ಶಿಖಾರ್ಯಾದಲರ Ribarabashamdare Daragasya Ragalama Shamdare Daragasya. We thank you, Lord. Receive every word, Lord. तेरे हर वचन का स्वीकार करते हैं परमेश्वर. എന്താ ദൈവം പറയുന്നത്? परमेश्वर क्या कह रहा है? ध्यान दीजिए. 38 വർഷക്കാലം ഒരുത്തൻ കുളക്കരയിൽ കിടക്കുക. और 38 ईयर से वो वही पड़ा है. കർത്താവിനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? और उस व्यक्ति से परमेश्वर पूछता है कि तू क्या तेरा मन है कि तू चंगाई प्राप्त करे? क्या तू चंगा होना चाहता है? അതിന്റെ അർത്ഥം അവന് സൗഖ്യമാകാൻ മനസ്സില്ലെന്നാണ്. क्या उसका ये मतलब है कि उसको चंगा होने का मन नहीं है? മനസ്സുള്ളതുകൊണ്ട് അവനോട് കിടക്കുന്നു. उसको चंगा होने का मन है, इसीलिए वो उस कुंड के वहां पड़ा है. പിന്നെ കർത്താവ് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? तो फिर परमेश्वर ने वो सवाल, यीशु मसीह ने वो सवाल क्यों किया? സൗഖ്യത്തെ കുറിച്ച് ഒരു ഐഡിയ ഇവന്റെ മനസ്സിലുണ്ട്. क्योंकि इसके मन में चंगाई को लेकर एक आइडिया है उसके मन में. അതെന്തോന്നറിയോ? और वो क्या है? എന്നും കുളത്തിൽ ദൂതൻ വരും. वो ये है कि उस कुंड में स्वर्गदूत आता है അവൻ കുളത്തിലെ വെള്ളം കലക്കും. और उस तालाब के पानी को हिलाता है. ആദ്യം ചാടുന്നവൻ സൗഖ്യമാകും. और जो उस पानी में पहले उतरता है वो व्यक्ति चंगा हो जाता है. ഇവൻ എന്തിനാ അവിടെ കിടക്കുന്നത്? तो ये उस कुंड के वहां क्यों पड़ा है? കുളത്തിൽ ചാടാൻ. ताकि वो उस कुंड में, उस तालाब में उड़ी मारे. കർത്താവ് ചോദിച്ചതല്ല. पर यीशु मसीह ने उससे वो नहीं पूछा. കുളത്തിൽ ചാടണമെന്നല്ല ചോദിച്ചത്. यीशु मसीह ने उसको ये नहीं पूछा कि क्या तुझे इस तालाब में उड़ी मारना है. കുളത്തിലാക്കണമെന്നും അല്ല ചോദിച്ചത്. यीशु मसीह ने ये भी नहीं पूछा कि क्या मैं तुझे इस तालाब में डाल दूं. സൗഖ്യമാകാൻ മനസ്സുണ്ടോന്ന് ചോദിച്ചു. यीशु मसीह ने उसको पूछा क्या तू चंगा होना चाहता है. അവനെന്താ തിരിച്ചു പറഞ്ഞു? उसने क्या जवाब दिया? എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. कि मुझे उस तालाब में डालने के लिए कोई नहीं है. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ആരെങ്കിലും ചാടും. मैं वहां पहुंचने से पहले कोई पहले ही उड़ी मार देता है. അപ്പൊ ഇവന്റെ മനസ്സിൽ എന്തായിരിക്കുന്നു? तो इसके मन में क्या है? എന്നെ ആരെങ്കിലും ഒന്ന് കുളത്തിലാക്കണം. कि कोई तो मुझे इस तालाब में डाले. കർത്താവ് പറഞ്ഞു, മുമ്പുള്ളതൊന്നും മറക്കടാ. यीशु मसीह कहता है अरे पिछली बातों को भूल जा. പണ്ടേ ഉള്ളതൊന്നും മറന്നേ. वो पुरानी बातों को भूल जा. ഇന്നലത്തേത് മറക്ക. कल की बात को भूल जा. 38 വർഷത്തെ ഒന്നും മറക്ക. ये 38 सालों का तेरा ये जो पूरी याद है उसको भूल जा. കാര്യം പറയാം. मैं तुझे एक नई बात बताता हूँ. ഈ കിടക്കെടുക്കാനുള്ള ആരോഗ്യം നിന്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞു. तेरे इस खटिया को उठाने का आरोग्य तेरे शरीर में आ गया है. ഇവിടെ ഞാൻ എത്തിയപ്പോഴേ जैसे ही मैं तेरे पास पहुंचा, കിടക്കെടുക്കാനുള്ള ആരോഗ്യം നിന്റെ മേൽ വന്നു. इस बिस्तर को उठाने की ताकत तेरे अंदर आ गई. ഇത് നിനക്ക് ഇപ്പൊ പിടികിട്ടിട്ടില്ല. ये तुझे अभी तक समझ में नहीं आया. അതുകൊണ്ട് നിന്റെ ആ പഴയതൊന്നും മാറ്റി വെച്ച് तो तेरे इस पुरानी बात को तू भूल जा എന്നിട്ട് ഈ കിടക്കൊന്നും എടുത്ത് और इस बिस्तर को उठा എന്നിട്ട് നടക്കാൻ തുടങ്ങി. और चलने को शुरू कर. शाबा लगा ഇതാ വാക്യം.
लम्हा दिखा रहा ഇതാണ് ആ വാക്യം. यही है वो वाक्य മുമ്പുള്ളത് ഓർക്കണ്ട. पुरानी बातों को मत सोच ഇതാ ഞാൻ പുതിയതൊന്ന് ये ചെയ്യും. देख मैं तेरे लिए नया कुछ कर रहा പഴയത് हूँ കഴിഞ്ഞു പോയടാ. पुरानी बातें खत्म हो गई है എന്താ പ്രത്യേകത എന്നറിയോ? क्या खासियत है യേശു അന്ന് അവിടെ ദൂതം വരത്തില്ല. वो जिस दिन यीशु वहां आया उस दिन स्वर्गदूत नहीं आएगा അത് ശബത്താ. क्योंकि वो शब्द का दिन है അന്ന് ദൂതം വരത്തില്ല. उस दिन स्वर्गदूत नहीं आएगा അതുകൊണ്ട് അന്ന് അവൻ സൗഖ്യമാണെന്നവൻ അറിയത്തില്ല. तो वो नहीं जानता कि वो दिन उसकी चंगाई का दिन അവൻ है മറുപടി പറഞ്ഞ അർത്ഥം എന്തുവാ? उसके जवाब का एक ही अर्थ था നാളെ ദൂതം വരും. कि कल स्वर्गदूत आएगा നാളെ എന്നെ കുളത്തിലാക്കണം. कल मुझे इस तालाब में डालना ഞാൻ जरूर സൗഖ്യമാവും. और मैं चंगा हो സ്വർഗം जाऊंगा പറഞ്ഞല്ല, लेकिन स्वर्ग बोलता है कि नहीं നാളെയല്ല. कल नहीं ഇന്ന്, अभी ഇപ്പോൾ. इसी वक्त ഇതാ ഞാൻ പുതിയതൊന്ന് ये देख ചെയ്യും. मैं तेरे लिए कुछ नया करता हूँ ഇതാ ഞാൻ പുതിയതൊന്ന് मैं ചെയ്യും. तेरे लिए कुछ नया करता हूँ आमेन ഇപ്പം, अभी इसी वक्त ഇപ്പം अभी इसी वक्त 38 പൊളിയുക. 38 साल की तेरी यादें मुफ्फत यहाँ तट टूट रही बोलिए। है 38 साल की यादें तोड़ रहा हूँ ഇപ്പോൾ इसी वक्त 12 പൊളിയുക. 12 साल की यादों को तोड़ ഒന്ന് रहा हूँ തൊട്ടേ, बस छू ले मुझे ഒന്ന് തൊട്ടേ, बस छू ले मुझे 12 പൊളിയുക. 12 साल की यादों को तोड़ रहा हूँ शादाला रबा रबा सिखारिया लबा आमेन जीसस 14 പൊളിയുക. 2022 ഞാൻ ഇവിടെ പ്രസംഗിക്ക് എഴുന്നേറ്റ് നിന്ന് അത് പൊളിയുക. ഇവിടെ 2022 में यहाँ खड़ा रहकर प्रचार करूंगा ആമേൻ, आमेन ആമേൻ, आमेन ആമേൻ. आमेन എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं നമ്മൾ എഴുന്നേക്കും, हम उठेंगे നമ്മൾ പണി, हम बांधेंगे നമ്മൾ പണി, हम बांधेंगे നമ്മൾ ദേശം പിടിച്ചടക്കും. हम इस देश पर कब्जा करेंगे കർത്താവ് പറയുന്നു परमेश्वर कहता है 38 ഇപ്പൊ പൊളിയാൻ പോവാടാ. 38 सालों की याद को मैं तोड़ रहा हूँ 38ന്റെ ചരിത്രം പൊളിയാൻ പോവാ. 38 सालों के इतिहास को ഈ तोड़ रहा हूँ കുളത്തിന്റെ ചരിത്രം പൊളിയാൻ പോവാ. इस तालाब के चरित्र को बदल रहा ഇവിടെ हूँ പുതിയൊന്ന് ഞാൻ എഴുതാൻ തുടങ്ങി. यहाँ मैं एक नई चीज को लिखना शुरू कर रहा हूँ കുളത്തിൽ നടന്നത് കളത്തിന്റെ കരയിൽ നടക്കുമെന്ന്. जो तालाब में होता था आज तक अब किनारे में होगा आमेन आमेन थैंक यू जीसस നിന്റെ സഭയിൽ നടന്നത് നിന്റെ വീട്ടിൽ നടക്കുമെന്ന്. कलीसिया में जो होता है वो तेरे घर में भी होगा അത് നിന്നിൽ നടക്കുമെന്ന്. वो तेरे अंदर भी होगा आमेन മോൺട്രിയാലിൽ നടന്നത് जो मॉन्ट्रियल में हुआ ഡോംബോലി നടക്കുമെന്ന്. वो डोंबिवली में भी होगा നിന്റെ വീട്ടിൽ आमेन നടക്കുമെന്ന്. वो तेरे घर में होगा നിന്നിൽ നടക്കുമെന്ന്. इंडिया में होगा ഹോരേബിൽ നടന്നത് जो होरेब के पर्वत में हुआ ഡോംബോലി നടക്കുമെന്ന്. वो डोंबिवली में भी होगा आमेन हालेलुया थैंक यू जीसस वी रिसीव इट लॉर्ड शीरा बला बरवा सिखारिया अंदर यस लॉर्ड यस लॉर्ड यस लॉर्ड यस लॉर्ड यस लॉर्ड यस लॉर्ड നീ എത്ര പ്രാവശ്യം കുളത്തിന്റെ വാതുക്ക വരെ എത്തിയടാ? कितने बार तू उस तालाब के नजदीक तक पहुंचा നീ ആ വാതുക്കൽ എത്തി നോക്കിട്ട് തിരിച്ചു പോയിരുന്നു. कितने बार उसके पास पहुंचकर वापस चला പലരും गया എടുത്ത് ചാടുന്ന കണ്ടിട്ട് നീ സങ്കടപ്പെട്ടില്ലേ? बहुत लोग जब उड़ी मारते थे तब तुझे दुख लगता था എന്നാൽ അത് ഇന്ന് അവസാനിക്കുക. पर आज वो समाप्त हो रहा है അത് ഇന്ന് അവസാനിക്കുക. वो आज समाप्त हो रहा ഇനി है നീ ആ കുളത്തിന്റെ വാതുക്കലോട്ടല്ല പോകാൻ പോകുന്നത്. अब तू उस तालाब के किनारे नहीं जाने നീ वाला ആലയത്തിനകത്തോട്ടാ പോകാൻ अब तू പോകുന്നത്. सीधा मंदिर के अंदर जाएगा ആലയത്തിനകത്ത് നൃത്തം ചെയ്യാൻ പോവാ. अब तू परमेश्वर के उस आलय में नाचेगा നിന്നെ ഒഴിവാക്കിയ പുരോഹിതന്റെ മുമ്പിൽ നീ നൃത്തം ചെയ്യാൻ പോവാ. जिस पुरोहित ने तुझे हटा कर रखा था उस पुरोहित के सामने नाचेगा നിന്നെ ഒഴിവാക്കിയ പുരോഹിതന്റെ മുമ്പിൽ നീ നൃത്തം ചെയ്യാൻ പോവാ. जिस पुरोहित ने तुझे हटा कर रखा था उसके सामने तू नाचेगा രക്തസ്രാവക്കാരത്തി സ്ത്രീയോട് ദൈവം പറയുന്നു, जो लहू बहने वाली जो बीमारी थी उस स्त्री നിന്നെ से कहता है, പുറത്താക്കിയ പുരോഹിതൻ നിന്നെ ചേർത്ത് നിർത്താൻ പോവാ. जिस पुरोहित ने तुझे समाज से बाहर किया वो तुझे अपनाएगा അതാ आमेन തിരുത്തി എഴുത്ത്. उसी को बोलते हैं दोबारा लिखना അതാ പുതിയതൊന്ന്. वो ही बोलते हैं कि नई चीज को लिखना रिबा शेगा रबासिया
ദൂതന്മാർ ഭയങ്കര ബിസിയാ. ओ स्वर्गदूत लोग बहुत बिजी है ഞാൻ अभी। ആത്മാവിൽ കാണുന്നത് मैं आत्मा में ऐसे देख रहा हूँ, ഓടി നടന്ന് അവർ എഴുതുക. वो लोग स्वर्गदूत लोग ऐसे तेजी से दौड़ दौड़ कर लिख रहे हैं। ഒന്നോ രണ്ടോ വിടുതലല്ല ഇന്ന് രാത്രി ഇവിടെ वो നടക്കുന്നത്. एक दो छुटकारा नहीं लिख रहे वो लोग, കൂട്ടത്തോടുള്ള വിടുതൽ. एक झुंड का छुटकारा എഴുതി 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 लिख कर എഴുതി 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 वो छुटकारा को लिख रहे हैं രക്തം ജയം സീൽ ചെയ്യുക ഇന്ന്. और उनको सील और कर रहे हैं, अबाहा स्वर्गीय सा- सील। കുട്ടാല ബഹതുര ശബാരഗസ്യ. ജഗതല അടഗതല പ്രൗഢ ഉടബരവലവ ബഹതുര ജഗതല. ശകാരദലരഗസി. അടബരവലവ ശിഖാരിയാന്തലരബ. Thank you, Jesus. 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 Thank you, Lord. Rabalabarabalaba shamdara. We thank you, Lord. Oh, we worship you. Oh, we worship you. Hallelujah. धन्यवाद कि तू नई चीजों को कर रहा है। पुरानी चीजों को भूल जाए, പഴയത് വിട്. पुरानी चीजों को छोड़ दे, മുമ്പുള്ളത് ഓർക്കണ്ട. पिछली चीजों को याद न മുമ്പുള്ളത് रखे, വേണ്ട. पुरानी चीजें नहीं चाहिए। अरमन दरगसिया जो हर समय देखे मुझे। കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്ക വന്നു. कनानी स्त्री यीशु के पास आती है। ആ ഭാഗം ഒന്നെടുത്താൽ വളരെ ഉപകാരമായിരിക്കും. കനാന്യ സ്ത്രീ ഒന്ന് രണ്ട് കാര്യം അതിനകത്തൊന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. उस कनानी स्त्री के बारे में दो चीजें कहना चाहता हूँ, उसके बाद हम प्रार्थना करेंगे। ഒരു ദൂത് എന്ന് പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് തന്നതും കൊണ്ടാണ് ഞാനിവിടെ വന്നത്. मैं घर में प्रार्थना कर कर परमेश्वर की एक वाणी को तैयार कर कर आपके बीच में आया था। യോഹന്നാന്റെ സുവിശേഷം 10:4 ആ ദൂത്. യോഹന്നാ का सुसमाचार उसका 10:4 था, वो वाणी जो मैं तैयार कर कर आया था आपके लिए। തനിക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം യേശു കർത്താവ് പറയുന്ന കാര്യം അത്. यीशु मसीह के शब्द है उसमें, और 10:4 और जब वह अपनी सब भेड़ों को बाहर निकाल चुकता है तो उनके आगे आगे चलता है और भेड़ें उसके पीछे पीछे हो लेती है, क्योंकि वे उसके शब्द पहचानती है। ഒന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം, एक ऐसा परमेश्वर जो बाहर निकालता है, രണ്ട് മുമ്പായി നടക്കുന്ന ദൈവം. दूसरा जो आगे आगे चलता है, ഇത് രണ്ടും നടക്കുമ്പോൾ അവനെ അനുഗമിക്കുന്ന ജനം. और जब ये होता है तो उसके पीछे पीछे चलने वाले भेड़े। ഇതായിരുന്നു നിങ്ങളോട് പ്രസംഗിക്കാൻ ഞാൻ പ്രിപ്പയർ ചെയ്തത്. मैंने इसके बारे में तैयार किया था आपसे प्रचार करने के लिए। അന്നേരമാണ് ഇവിടെ ഇരുന്ന് ഈ രണ്ട് വാക്കുകൾ കേട്ട് तभी मैंने यहाँ बैठकर परमेश्वर की आवाज को सुना മുമ്പുള്ളത് ഓർക്കണ്ട, कि पिछली बातें सोचना പണ്ടേയുള്ളവ नहीं, നിരൂപിക്കണ്ട. पुरानी बातों को मन से निकाल दे। ഇതാ ഞാൻ പുതിയതൊന്ന് ये देख मैं तेरे लिए नया कुछ कर रहा हूँ അതിപ്പോൾ ഉത്ഭവിക്കും. और वो अभी प्रकट होगी। എന്നിട്ട് പൗലോസിന്റെ അടുത്ത വാക്യം, और पौलुस का वाक्य सुना मैंने പിൻപിലുള്ളതിനെ മറന്ന് कि पिछली दिनों की चीजों को भूलकर മുൻപിലുള്ളതിനായി आगे की चीजों के लिए ചീസല്ല निशाने की ओर दौड़ा चला जाता हूँ। पिछले 13 परंतु केवल यह एक काम करता हूँ कि जो बातें पीछे रह गई है उनको भूलकर आगे की बातों की ओर बढ़ता हूँ। അപ്പൊ അതിന്റെ അർത്ഥം നീ പലതിനും ഓടി മുന്നേ കയറി കഴിഞ്ഞു. उसका ये मतलब है कि बहुत सारी चीजों के विषय में तू दौड़कर आगे पहुंच चुका है। അതിന്റെ अर्थം ഇപ്പൊ നീ മുന്നില്ല, उसका ये मतलब है कि तू आगे है ബാക്കിയുള്ളതെല്ലാം പുറകില. और बाकी चीजें सब पीछे हैं.
അതുകൊണ്ട് നീ അത് മറക്കാമെങ്കിൽ और अगर तू उन चीजों को भूल जाए മുൻപോട്ട് ഓടാൻ പറ്റും. तो तू और आगे दौड़ सकता है. മറന്നില്ലെങ്കിൽ अगर तू नहीं भूले നിനക്ക് മുൻപിലോട്ട് ഓടാൻ പറ്റത്തില്ല. तो तू आगे नहीं दौड़ पाएगा. ഇതായിരുന്നു ദൈവം എന്നോട് പറഞ്ഞത്. और यही परमेश्वर मुझसे कह रहा था അതാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. और वही चीजें मैं आपसे बांट रहा हूँ. പെട്ടെന്ന് ദൈവാത്മ ഓർമ്മിപ്പിച്ച ഭാഗ്യമാണ് ആ കനാന്യ സ്ത്രീയുടെ. ഒന്നെടുത്താട്ടെ. तो ये मुझे जल्दी से पवित्र आत्मा ने इस कनानी स्त्री के बारे में याद दिलाया. ഇതൂടെ നമ്മൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. इसके बारे में भी इसके बारे में सीखेंगे और आज हम प्रार्थना कर कर समाप्त करेंगे. और देखो उस देश से एक कनानी स्त्री निकली और चिल्लाकर कहने लगी कि हे प्रभु दाऊद के संतान मुझ पर दया कर, मेरी बेटी को दुष्ट आत्मा बहुत सता रही है. पर उसने उससे कुछ उत्तर न दिया और उसके चेलों को आकर उसने विनती कर रहा इसे विदा कर, क्योंकि वह हमारे पीछे चिल्लाती आती है. उसने उत्तर दिया कि इज़राइल के घराने की खोई हुई भेड़ों को छोड़ मैं किसी के पास नहीं भेजा गया. पर वह आई और उससे प्रणाम कर कर कहने लगी, हे प्रभु मेरी सहायता कर. उसने उत्तर दिया कि लड़कों की रोटी लेकर कुत्तों के आगे डालना अच्छा नहीं. उसने कहा सत्य है प्रभु, पर कुत्ते भी वह चूर चार खाते हैं जो उनके स्वामियों की मेज से गिरते हैं. इस पर यीशु ने उसको उत्तर देकर कहा कि हे स्त्री तेरा विश्वास बड़ा है, जैसा तू चाहती है तेरे लिए वैसा ही हो. और उसकी बेटी उसी घड़ी चंगी हो गई. ആമേൻ. आमीन. എന്താ ഇവിടെ യേശു ഒടുവിൽ പറഞ്ഞു? यहाँ यीशु ने आखिर में उससे क्या कहा? നിന്റെ വിശ്വാസം വലിയത്. कि तेरा विश्वास बड़ा है. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. जो तू चाहती है तेरे लिए वैसा ही हो. അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब യേശുവിന്റെ അടുക്ക വരുന്നതിന് മുമ്പ് ഇഷ്ടമാകത്ത് കയറിയ कि यीशु के पास आने से पहले ही उसके अंदर एक इच्छा थी അപ്പോഴേ അവിടെ ഇഷ്ടത്തിന്റെ മറുപടി വന്നു കഴിഞ്ഞു. और उस इच्छा का जो जवाब था तभी ही उसके पास पहुंच गया. അതാ കർത്താവ് ഇവിടെ പറഞ്ഞു. वही परमेश्वर यहाँ कहता നിന്റെ है ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. कि तू जैसा चाहती है वैसा तेरे लिए हो जाए. അപ്പൊ അതിന്റെ അർത്ഥം ആ ഇഷ്ടത്തിനകത്ത് വിടുതൽ കിടപ്പുണ്ട്. कि उसकी जो वो चाहत थी उसी चाहत के अंदर छुटकारा भी है. അതിനൊരു പ്രൊസീജിയർ നമ്മൾ മേളി വായിച്ച. लेकिन उस चाहत के अंदर जो छुटकारा है वो पाने का जो प्रोसीजर है वो हमने पढ़ा. യേശു കർത്താവ് പറയുന്നു यीशु मसीह कहता है മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കത്തില്ല. कि बच्चों की रोटी लेकर कुत्तों को आगे नहीं डालते. അവിടെ എന്താ കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? तो वहां परमेश्वर उसको क्या बोलना चाहता है? നീ ആരാ? മക്കളല്ല. कि तू बेटी या बेटों के गिनती में नहीं आती, പകരം നീ ദാസന. लेकिन तू दास है. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നു. और वो बताने के लिए മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. वो समझाने के लिए उसको ये कहते हैं कि बच्चों की रोटी लेकर कुत्तों के सामने नहीं फेंकते. അപ്പൊ അതിന്റെ അർത്ഥം യേശു പറയുന്നു ഞാൻ മക്കൾക്ക് വേണ്ടിയാ വന്ന്, ദാസന്മാർക്ക് വേണ്ടിയല്ല. उसका मतलब यीशु मसीह वहां पर ऐसे कहता है कि मैं यहाँ बच्चों के लिए आया हूँ, दासों के लिए नहीं. അതിന്റെ കാരണം എന്താ? उसका कारण क्या है? ഇവിടെ വിളിച്ചൊരു വിളിയുണ്ട്. उसने एक ऐसी बुलावट बुलाई यीशु मसीह को. ആദ്യം എന്താ വിളിച്ചത്? क्या बुलाया उसने? ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണം. कि दाऊद के संतान मुझ पर दया कर. ഇനി ശ്രദ്ധിക്കുക. ध्यान दीजिए. ഇവൾ ഏത് സ്ത്രീയാണെന്ന് എഴുതിയേക്കുന്നത്? ये कौन सी स्त्री है ऐसा लिखा है? കനാന്യ സ്ത്രീ. कनानी स्त्री. യേശു ആരാ? यीशु मसीह कौन है? ദാവീദിന്റെ പുത്രൻ. दाऊद का पुत्र. ദാവീദിന്റെ അപ്പൻ ആരാ? दाऊद का पुत्र कौन है? ബൈബിളിൽ പറ. വംശാവലി. അബ്രാ. इब्राहिम का बेटा. യേശു ആരുടെ മോനാപ്പോ? तो यीशु मसीह किसका संतान है? इब्राहिम का. അബ്രഹാമിന്റെ പുത്രൻ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിന്റെ വംശാവലി അങ്ങനെ. इब्राहिम का पुत्र, दाऊद का पुत्र, ऐसा है यीशु का वंशावली में लिखा है. അബ്രഹാമിന്റെ അപ്പൻ ആരാ? इब्राहिम का पिता कौन है? തേരഹ്. तेरह. തേരഹിന്റെ അപ്പൻ ആരാ? तेरह का पिता कौन है? നോഹയുടെ ഏത് മകന്റെ മകനാണ് അബ്രഹാം?
नूहा का कौन सा बेटे का पोता बड़ा। है इब्राहिम? ഷേഖേമിന്റെ മകനാണ് शेम। അബ്രാം. नूहा का जो बेटा शेम है उसका बेटा है इब्राहिम। ഷേമിന്റെ മകൻ. शेम। മനസ്സിലായോ? ഈ കനാൻ ആരാ? कनान कौन है? ഹാമിന്റെ മകനാണ് കനാൻ. हाम का बेटा है। तब शेम और येफित दोनों ने कपड़ा लेकर अपने कंधों पर रखा और पीछे की ओर उल्टा चलकर अपने पिता के नंगे तन को ढांप लिया और वे अपना मुख पीछे किए हुए थे, इसलिए उन्होंने अपने पिता को नंगा न देखा। ഇനി ശ്രദ്ധിക്കുക, ध्यान दीजिए, നിങ്ങൾ ഇച്ചിരി നേരം ശ്രദ്ധിക്കണം. ध्यान दीजिए। നോഹയ്ക്ക് 3 മക്കൾ. नूहा के 3 बच्चे थे, ഷേം, ഹാം, യാഫേത്ത്. शेम, हाम, येफित। 3 മക്കൾ. 3 बेटे थे नूहा के। അവത്തിൽ ഹാം നടുവത്തവൻ. और हाम जो था वो बीच का था, बीच का बेटा था, दूसरा बेटा അവൻ था। അപ്പന്റെ നഗ്നത കണ്ടു. उसने अपने पिता के नंगेपन को देखा നഗ്നത മറക്കേണ്ടതിന് പകരം और पिता के नग्न अवस्था को ढकने की जगह പകരം അവൻ പരസ്യം ചെയ്തു. उसने उसके बारे में बता दिया। മറ്റേ 2 സഹോദരങ്ങൾ पर उसके जो 2 भाई थे, ഷേമും യാഫേത്തും, शेम और येफेत, ഇവർ ആ നഗ്നത പരസ്യമാക്കില്ല, പകരം മറച്ചു. उन्होंने पिता के उस नग्नपन की घोषणा नहीं की पर उसको ढक लिया। അതിനേക്കാളും വലിയ പ്രത്യേകത അവർ ആ നഗ്നത കാണാൻ ശ്രമിച്ചില്ല. और उससे भी बड़ी खासियत यह है कि उन्होंने केवल ढका भी नहीं पर उन्होंने उस नग्न अवस्था को देखने की भी कोशिश नहीं की। അതാണ് ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. और वही परमेश्वर को सबसे ज्यादा पसंद आया മറച്ചതിനേക്കാൾ കൂടുതൽ അവർ കാണാതിരുന്നു. कि ढकने से भी ज्यादा वो उस नग्न अवस्था को देखना भी पसंद नहीं करते। അതുകൊണ്ട് കനാനിന് പറ്റിയ അവസ്ഥ എന്താ? इसलिए कनान के साथ क्या हुआ അല്ലെങ്കിൽ ഹാമിന് പറ്റിയ അവസ്ഥ എന്താ? या कि हाम के साथ क्या हुआ? അതിന്റെ 9-ാം അധ്യായം തന്നെ 26-ാം വാക്യം വായിച്ചു. 9वां अध्याय उसका 26वां। फिर उसने यह भी कहा, शेम का परमेश्वर यहोवा धन्य है और कनान शेम का दास हो। परमेश्वर येफत के वंश को फैलाए और वह शेम के तंबुओं में बसे और कनान उसका दास हो। ഷേമിന്റെ വീട്ടിൽ ആര് വസിക്കും? शेम के घर में कौन रहेगा? കനാൻ വസിക്കും. कनान रहेगा അവൻ ദാസനായി മാറും. और लेकिन कनान उसका दास रहेगा। ഷേമിന്റെ മോൻ ആരാ? शेम का बेटा कौन है? അബ്രാം. इब्राहिम। അബ്രാമിന്റെ മോൻ ആരാ? इब्राहिम का बेटा दाऊद। ദാവീദിന്റെ മോൻ ആരാ? दाऊद का बेटा यीशु मसीह। യേശു. യേശുവിന്റെ വീട്ടിൽ ഇവൻ ആരാ? അപ്പം तो यीशु मसीह के घर में ये कनानी स्त्री कौन है? दासी। शर्माना बरादरगस। ദാസി ഏറി അപ്പന്റെ പേര് വിളിച്ചു. उस दासी ने पिता के नाम को पुकारा। ദാവീദ് പുത്രൻ എന്ന് വിളിക്കാൻ അവർക്ക് യോഗ്യതയില്ല. दाऊद का संतान ऐसे बुलाने की योग्यता या अधिकार उसको नहीं है। യേശു അബ്രാമിന്റെ മോൻ. यीशु इब्राहिम का बेटा, ഷേമിന്റെ മകൻ. शेम का बेटा। കനാൻ ആരുടെ മോൻ? कनान किसका बेटा? ഹാമിന്റെ മകൻ. हाम का बेटा। അപ്പൊ കനാന്റെ അവസ്ഥ എന്താ? तो कनान का अवस्था क्या है? എന്നും ദാസത്തിന്റെ അവസ്ഥയാണ്. वो हमेशा दास के अवस्था में ही रहने वाला। ഇതും മറന്നിട്ട് इसको भूलकर ഇവൾ യേശുവിനെ കയറി ദാവീദ് പുത്ര എന്ന് വിളിച്ചു. ये यीशु को जाकर दाऊद की संतान बुला लेती है। യേശു പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയല്ല വന്ന്, यीशु मसीह कहता है मैं तेरे लिए नहीं आया, ഞാൻ ഷേമിന് വേണ്ടിയാ വന്ന്, मैं शेम के लिए आया, ഞാൻ യാഫേത്തിന് मैं വേണ്ടി. याफेत के लिए आया। എന്റെ വീട്ടിൽ വർദ്ധിക്കേണ്ടത് യാഫേത്താ. मेरे अंदर मेरे घर में फैलना याफेत के परिवार को എന്റെ चाहिए। വീട്ടിൽ രക്തം കരുത്തനാകേണ്ട ഷേമ. मेरे परिवार में सामर्थ्य शेम का परिवार होना चाहिए। അങ്ങനെയെങ്കിൽ ദാവീദിന്റെ ഗണങ്ങളാണ് എന്റെ വീട്ടിൽ കരുത്തരാകേണ്ടത്. यानी दाऊद की जो बच्चे हैं वही मेरे परिवार में सामर्थ्य बनेंगे। നിനക്കത് വിളിക്കാനുള്ള അർഹതയില്ല. तुझे वो बुलाने की योग्यता नहीं। നീ എന്റെ പിതാവിന്റെ നഗ്നതയെ പുറത്തു കൊണ്ടുവന്ന ആളാ. ओ तू मेरे पिता की नग्न अवस्था को बाहर लेके आया हुआ व्यक्ति है, गोत्र है। ഈ വെളിപ്പാട് ഇവിടെ അകത്ത് കയറി. और ये उस प्रकटीकरण को समझ गई। യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കത്തില്ല. यीशु मसीह ने कहा कि बच्चों की रोटी लेकर कुत्तों के सामने फेंकना अच्छी बात नहीं है।
अब इसके अंदर एक प्रकटीकरण आ गया ഇവൻ ഷേമിന്റെ മോനാ, कि ये शेम का बेटा है, അബ്രഹാമിന്റെ മോനാ, ये इब्राहिम का बेटा है, ദാവീദിന്റെ മോനാ. ये दाऊद का बेटा है, അവന്റെ വീട്ടിൽ ഞാൻ എന്നും ദാസനാ. और उसके घर में हमेशा मैं एक दासी हूँ. ഞാൻ ദാസനാണെന്ന് അഡ്മിറ്റ് ചെയ്തപ്പോൾ तो जैसे ही उसने ये मान लिया कि मैं दासी हूँ, വിളിച്ചു, കർത്താവേ, उसने बोला हे प्रभु, യജമാനെ, हे मालिक, ഉടമസ്ഥനെ, हे मेरे मालिक. ഈ വിളിയുടെ മുമ്പിൽ. शाखा रबा, इस स्वामी के बुलावट के सामने എന്നിട്ട് അവള് പറയുക, वो बोलती है, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ അത് ഈ നായ്ക്കുട്ടിക്ക് കിട്ടത്തില്ലേ? कि स्वामी मालिक तेरे मेज से जो चूरा गिरता है, क्या वो चूरा ये कुत्तों को नहीं मिलता? Thank you, Jesus. കുടുംബത്തിലുള്ളവർ നിന്റെ ദാസനാകാൻ ഇഷ്ടമില്ലാത്തവരാ. मेरे परिवार के लोग शायद तेरा दास बनने की इच्छा ना रखे, പക്ഷെ ഞാൻ നിന്റെ മേശയുടെ ചോട്ടിൽ ദാസനാകാം. लेकिन मैं तेरे मेज के नीचे तेरी दासी बनकर रहूंगी. तब यीशु ने कहा, ये विश्वास, ഇതെനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ये मैं सहन नहीं कर सकता. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കാൻ പോകും. तेरी चाहत पूरी हो जाए. എന്റെ ചോദ്യം, എന്നോ യോഗ്യത നമുക്കുള്ള? मेरा सवाल यह है, हमारी क्या योग्यता है? എന്നോ യോഗ്യത നമുക്കുണ്ട്? क्या योग्यता है हमारी? ഇന്നും പിശാച് അവിടെ ചെന്ന് അയോഗ്യനെന്നല്ലേ നമ്മളെ കുറിച്ച് പറയുന്നത്? आज भी शैतान वहां जाकर पिता के सामने हमें अयोग्य ही बुलाता है. പിന്നെ എങ്ങനെ നമ്മൾ അവിടെ യോഗ്യനാന്ന്? फिर हम वहां योग्य कैसे बन रहे हैं? ഒരാൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, वहां कोई खड़ा है हमारे लिए और बिछवाई कर रहा അവന്റെ है, പേരത്ര എന്റെ അപ്പൻ, और उसी का नाम मेरा पिता है, അവന്റെ പേരത്ര എന്റെ രക്ഷകൻ, उसी का नाम मेरा उद्धार करता അവന്റെ है, പേരത്ര എന്റെ വീണ്ടെടുപ്പുകാരൻ. मेरा पुनर्धान, मेरा उद्धार करता, उसका അവൻ नाम है. പറയുന്നു, वो बोलता है അത് എന്റെ വകയാ. कि वो मेरी संपत्ति है. അവർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. से लोग समझ पाए इस बात को. അവൻ വന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ, ആ സാത്താൻ വന്ന് കുറ്റം പറയുന്നത്. शैतान आकर हमारे बारे में अयोग्यता बोलता है. ദൈവത്തോട് പറയാം, ആ സാത്താൻ വന്ന് കുറ്റം പറയുന്ന ആരെയാണെന്നറിയോ? जो पिता यीशु मसीह पिता परमेश्वर से बोलता है कि पिता परमेश्वर, ये शैतान किसको अयोग्य बुला रहा है, क्या आप जानते हो? എന്റെ സ്വത്തിനെയാ കുറ്റം वो പറയുന്നത്, मेरी संपत्ति को अयोग्य बोल रहा എന്റെ है. വകയാ കുറ്റം वो പറയുന്നത്. जो मेरा है उसको वो अयोग्य बुला रहा है. तब पिता परमेश्वर നീ എനിക്ക് വിലയേറിയതാ, तब पिता परमेश्वर यीशु को कहता है कि तू मेरे നിന്റെ लिए വകയും मूल्यवान എനിക്ക് है, വിലയേറിയതാ, तो तेरी संपत्ति भी मेरे लिए നീ मूल्यवान है. സമ്പാദിച്ചതും എനിക്ക് വിലയേറിയതാ. जो संपत्ति तूने हासिल की है वो मेरे लिए मूल्यवान है. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്? कितने लोग समझ रहे इस बात को? അതുകൊണ്ടാ കർത്താവ് ഇന്ന് പറഞ്ഞേ, इसीलिए परमेश्वर ने आज आपसे ये बात की, പഴയതൊന്നും ഓർക്കണ്ട, पुरानी बातों को भूल जा, മുമ്പുള്ളതൊന്നും ഓർക്കണ്ട. ओ पुरानी बातों को अपने मन से निकाल ഒരാൾ दे, അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി, क्योंकि तेरे लिए वहाँ कोई बिछुआई कर रहा है, ഒരാൾ നിനക്ക് വേണ്ടി അവിടെ വാദിക്കുന്നുണ്ട്, तेरे लिए कोई वहाँ वाद विवाद कर रहा है, എതിരെ അപവാദം പറയുന്നവനെതിരായി ഒരുവൻ വാദിക്കുന്നുണ്ട്. तेरे विरुद्ध बोलने वाले के विरुद्ध खड़ा रहकर वहाँ कोई बात कर रहा है. നിന്റെ ഇന്നലകളെ എടുത്തോണ്ട് അവിടെ ചെന്ന ഒരുത്തനെതിരായി ഇന്ന് നോക്കി വാദിക്കുന്ന ഒരുവൻ അവിടെ ഉണ്ട്. तेरी पुरानी बातों को लेकर जब वो शैतान वहाँ वाद विवाद करता है, तो तेरे आज को बोलकर तेरे साथ खड़ा रहने वाला एक सातान- व्यक्ति स्वर्ग में है. സാത്താൻ മുമ്പും കൊണ്ട് അവിടെ നിൽക്കുന്നത്, शैतान तेरी पुरानी बातों को लेकर वहाँ खड़ा है, കർത്താവ് ഈ നൗവും കൊണ്ട് അവിടെ നിൽക്കുന്നത്. पर यीशु मसीह तेरे आज को लेकर वहाँ खड़ा है, നൗ तेरे अभी इसी वक्त को लेकर वहाँ खड़ा है. പിശാചി ഈ സ്വല്പം മുമ്പ് കൊണ്ട് അവിടെ നിൽക്കുന്നത്, शैतान तेरी पुरानी बातों को लेकर गया है, കർത്താവ് ഇപ്പം ആ നിൽക്കുന്നത്. पर यीशु मसीह तेरे आज में खड़ा നിന്റെ है, ഇന്നും കൊണ്ട് അവൻ അവിടെ നിൽക്കുന്നത്. तेरे आज को लेकर वहाँ खड़ा എത്ര है. പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ रहे इस बात? ഇന്നലെ തോൽവിയും കൊണ്ട് പിശാച് അവിടെ നിൽക്കുന്നു, ओ कल के हार के तेरे कल के ഇന്നലത്തെ हार के साथ, പരാജയം കൊണ്ട് പിശാച് അവിടെ നിൽക്കുന്നു, तेरे कल के हार के साथ शैतान वहाँ खड़ा है, ഇന്നത്തെ ജയം കൊണ്ട് കർത്താവ് നിനക്ക് വേണ്ടി അവിടെ നിൽക്കുന്നു. पर तेरे लिए आज का जीत को पकड़कर यीशु मसीह तेरे लिए वहाँ ഇന്ന് നീ खड़ा है. തോറ്റ ആളല്ല, ओ तू आज हारा हुआ ഇന്ന് നീ व्यक्ति ജയിച്ച नहीं, ആളാ. तू जीत हासिल किया हुआ व्यक्ति ക്രിസ്തുവിൽ है. ജയിച്ചവനാ, मसीह में जीत हासिल किया हुआ ക്രിസ്തുവിൽ व्यक्ति, വീണ്ടെടുക്കപ്പെട്ടവനാ, मसीह में फिर से जी उठा ക്രിസ്തുവിൽ व्यक्ति, നീതീകരിക്കപ്പെട്ടവനാ. मसीह में धर्मी हुआ व्यक्ति. Jesus, righteous in Christ. Hallelujah, we thank you, Jesus. We lift up your ദാവീദ് name. പുത്ര എന്ന് വിളിച്ചപ്പോ നായ്ക്കുട്ടിയാ, और तूने जब दाऊद का पुत्र बुलाया, तब शायद तू कुत्ते के समान, एक दासी के समान थी, പക്ഷേ
കർത്താവേ എന്ന് വിളിച്ചപ്പോൾ നീ എൻ്റെ ദാസിയായി മാറി. पर जैसे ही प्रभु बुलाया तो मेरी दासी बन गई. शबा नगसी उडमनगलरबशकारदरगसी ഉറബലബഹതുര. रिकादलरगस्यांते. മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ बच्चों के रोटी को कुत्तों को डालना सही नहीं. जब ऐसे बोला ഒരു നായ്ക്കുട്ടിയുണ്ട്, तो इसने बोला पर एक ऐसा कुत्ता है, ആ ദാസന്റെ രൂപത്തിലുള്ള ഒരു നായ്ക്കുട്ടി. वो ऐसा कुत्ता जो मालिक के बाजू में रहता है, मालिक का दास बनकर रहता है. പുറത്തുള്ള കുത്തയുണ്ട്, बाहर भी कुत्ते होते हैं, പക്ഷെ നിന്റെ പാദപിടത്തിൽ കിടക്കുന്ന കുത്തയുണ്ട്. पर तेरे कदमों में पड़ा हुआ भी एक कुत्ता है. ഞാൻ ആ കുത്തയ. वो मैं हूँ. അത് പണ്ട് കിട്ടിയ അവകാശം. वो पुराना अधिकार है. നിന്റെ വീട്ടിനകത്ത് കിടക്കാനുള്ള അവകാശം എനിക്ക് പണ്ട് കിട്ടിയതാ. तेरे घर में रहने का अधिकार मुझे पहले ही मिला था നിന്റെ परमेश्वर. ദാസനാകുള്ള അവകാശം എനിക്ക് പണ്ടേ तेरा കിട്ടിയതാ. दास बनने का अधिकार तो मुझे पहले ही मिला था. അബ്രഹാമിന് മുമ്പേ കിട്ടിയതാ. इब्राहिम से पहले मुझे वो अधिकार मिला था. शिकालबरबसिया. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ रहे इस बात को? നിനക്ക് മുമ്പ് കിട്ടിയ ഒരു അവകാശമുണ്ട്. तेरे पास आया हुआ एक अधिकार है. ഇത് പറയാനാ ഞാൻ ഇവിടെ വന്ന്. यही बोलने के लिए मैं यहाँ आया हूँ. ഇവള് പറയുക, ये बोलती है, നീ പറഞ്ഞത് ശരിയാ, तूने जो बोला वो सही है, പക്ഷെ എനിക്ക് അബ്രഹാമിന് മുമ്പ് കിട്ടിയ ഒരു അവകാശമുണ്ട്. लेकिन मेरे पास एक ऐसा अधिकार है जो इब्राहिम से पहले मुझे मिला था. നിന്റെ ദാസിയാകാനുള്ള അവകാശം. एक ऐसा अधिकार जो मुझे तेरे दासी बन के चुनता है. शीबाना सखोर दोर बोर. നീ ശേമിനോട് പറഞ്ഞില്ലേ? तूने शेम से कहा था ना, നീ യാഫേത്തിനോട് तूने പറഞ്ഞില്ലേ? याफेत से कहा था ना, നിന്റെ വാഗൊണ്ടല്ലേ ആ ദൂത് പറഞ്ഞ് तूने अपने मुंह से उनसे ഞാൻ कहा था ना ദാസനാകുമെന്ന്? कि मैं दास बनूंगा. ആ അവകാശം എനിക്കുണ്ട്. वो अधिकार मेरा है. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരിക. उस अधिकार से मैं तेरे पास आता हूँ. ഞാൻ ഇവിടെ വന്നത് ആ അവകാശം കൊണ്ടല്ല, मैं तेरे पास वो अधिकार से പക്ഷെ नहीं आया, ഇപ്പം വരുന്ന ആ അവകാശം पर കൊണ്ടാണ്. अब मैं तेरे पास उस अधिकार से आता സ്വർഗം പറയുന്നു, हूँ. എങ്കിലും ഇഷ്ടം നടക്കാൻ പോവാ. तो स्वर्ग कहता है कि तेरी इच्छा पूरी हो जाए. आमीन. പണ്ടുള്ള അവകാശം, वो ये मेरा पुराना अधिकार है. അബ്രഹാമിന് മുമ്പേ ഉള്ള അവകാശം. इब्राहिम से पहले एक अधिकार. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, आज रात को पवित्र आत्मा നീ ഇവിടെ कहती है ഇരിക്കുന്നത് तू यहाँ इसलिए बैठा ഇന്നത്തെ है, അവകാശം കൊണ്ടല്ല, इसलिए नहीं कि आज तेरे पास एक ലോക अधिकार है. സ്ഥാപനത്തിന് മുമ്പിലത്തെ लाबा शबा. तू यहाँ इसलिए बैठा है क्योंकि पृथ्वी के स्थापना से पहले ही तुझके लोग- तेरे ऊपर ലോക സ്ഥാപനത്തിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് पृथ्वी के स्थापना से पहले ही तेरी चुनावट हो गई थी. ക്രിസ്തുവിലുള്ള വിളിയാൽ मसीह के अंदर तेरी बुलावट हो അവന്റെ गई थी. മുൻനിർണയ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിനാൽ उसने पहले से ही तुझे चुन लिया നീ था. ഇവിടെ ഇരിക്കുന്നത്. इसीलिए आज तू यहाँ बैठा है അവകാശത്തിലോട്ട് കേറിട്ട് പറ, और तू उस अधिकार में पैर रख और बोल, പണ്ടത്തേത് ഞാൻ ക്യാൻസൽ ചെയ്യുക, पुरानी बातों को मैं कैंसिल करता हूँ, മുമ്പുള്ളത് ഞാൻ വലിച്ചു കീറുക. पुरानी चीजों को मन से निकाल कर ഇതാ फेंकता हूँ. പുതിയതൊന്ന് തുടങ്ങുന്നു, ये देखो नई चीजों की ഇതാ शुरुआत हो പുതിയതൊന്ന് रही है. ആരംഭിക്കുന്നു. एक नई चीजों की शुरुआत हो रही है. शबा रबासिया रिगादला रबासिया रिमानदरगा शामदल उड़ा बरबलबा शिखारियादल अर्खनदल रबा शामदरे. അബ്രഹാമിൽ തുടങ്ങിയതല്ല, ये इब्राहिम में नहीं शुरू ഇത് हुआ, നോഹയിൽ തുടങ്ങിയതല്ല, ये नूहा में नहीं शुरू ഇത് हुआ, ആദമിൽ തുടങ്ങിയതല്ല, ये आदम में नहीं ഇത് शुरू ലോക हुआ, സ്ഥാപനത്തിന് മുമ്പ് ये पृथ्वी के स्थापना से ക്രിസ്തുവിൽ पहले ആരംഭിച്ചതാ. मसीह में शुरुआत हुई. ക്രിസ്തുവിൽ ആരംഭിച്ചതാ. मसीह में शुरुआत എന്റെ हुई. മകന്റെ പദവി, तेरे बेटे का ओहदा, എന്റെ അവകാശത്തിന്റെ പദവി, मेरे अधिकार का എന്റെ ओहदा, തെരഞ്ഞെടുപ്പിന്റെ പദവി, मेरे चुनाव का എന്റെ ओहदा, വിളിയുടെ പദവി, मेरे बुलावट का അത് ओहदा, ലോക സ്ഥാപനത്തിന് മുമ്പ്, वो पृथ्वी के स्थापना से पहले, ലോക സ്ഥാപനത്തിന് മുമ്പ് തുടങ്ങിയതാ. पृथ्वी के स्थापना से पहले ही അതുകൊണ്ട് ഞാൻ शुरू हो ഇന്ന് गई. തുടങ്ങുക. इसीलिए मैं आज शुरू करता हूँ. പഴയത് വലിച്ചു കീറുന്നു, पुरानी चीजों को फाड़ कर फेंकता പണ്ടുള്ളത് हूँ. ഞാൻ പൊളിച്ചു കളയുക, पुरानी चीजों को फेंक देता हूँ. മുമ്പുള്ളത് ഞാൻ പൊളിച്ചു കളയുക. पुरानी चीजों को मन से ഇതാ निकाल रहा പുതിയതൊന്ന് हूँ. തുടങ്ങുക. ये देखो नई चीजों की शुरुआत हो रही है. आमेन. यस लॉर्ड. പറഞ്ഞു നിർത്തട്ടെ. शाबानासिया. യെശയ്യാവ് 43:19 നമ്മൾ വായിച്ചത്, മുമ്പുള്ളവയെ ഓർക്കുക. एशिया नबी उसका 43 चैप्टर उसको 19वां हमने पढ़ा 43:1 എന്താ പറയുന്നത്? और वही 43 थर्ड चैप्टर का पहला वाक्य क्या कहता है? हे इज़राइल तेरा रचने वाला और हे याकूब तेरा सृजनहार यहोवा अब यो कहता है कि मत डर, क्योंकि मैं तुझे छुड़ा लिया है, मैंने तुझे नाम लेकर
बुलाया है तू मेरा है। അവന്റെ സന്തതിയോടെ ഈ ദൂത് പറഞ്ഞു. उसके उसके संतान से ये മുമ്പുള്ളത് नबूवत थी ഓർക്കണ്ട. कि पुरानी चीजों को मत भूल। നിന്റെ അപ്പനെ യാക്കോബിൽ നിന്ന് ഇസ്രായേലാക്കിയവനാ ഞാൻ. मैं तेरे पिता याकूब को इजराइल बनाया हुआ परमेश्वर हूँ मैं। അവിടെ തുടങ്ങിയതാ ഞാൻ. मैंने वहां शुरू किया था, അവിടെ ആരംഭിച്ചതാ. वहां शुरू किया ഇപ്പോഴല്ല. था, अभी नहीं। ഈ 430 കഴിഞ്ഞല്ല. ये 450 साल के बाद नहीं, 10 തലമുറ കഴിഞ്ഞല്ല. 10 पीढ़ी के बाद ഞാൻ नहीं। യാക്കോബിൽ തുടങ്ങിയത്. मैंने याकूब में शुरू किया, അതുകൊണ്ട് പഴയതങ്ങ് മറന്നേര്. इसलिए पुरानी बातों को भूल जा, പഴയ മിസ്രൈം മറന്നേര്. पुराने मिस्र को भूल जा, പഴയ മരുഭൂമി മറന്നേര്. पुराने मरुस्थल को भूल जा, പഴയ ചെങ്കടൽ മറന്നേര്. पुराने लाल समंदर को ഇതാ ഞാൻ भूल जा। പുതിയതൊന്നും ചെയ്യാൻ പോവാ. ये देख मैं तेरे लिए नया कुछ ഞാൻ कर रहा പുതിയതൊന്നും हूँ, ചെയ്യാൻ പോവാ. मैं नया कुछ कर പാറ रहा हूँ, തുറക്കാൻ ഞാൻ പോവാ. मैं उस पर्वत को खोलने जा रहा हूँ। ഓ മരുഭൂമിയെ മലർവാടിയാക്കാൻ പോവാ ഞാൻ. उस मरुस्थल को मैं वाटिका बनाने वाला ഓ हूँ, മരുഭൂമിയെ ഞാൻ മലർവാടിയാക്കാൻ പോവാ. वो मरुस्थल को मैं वाटिका बनाने वाला പാൽ हूँ, ഒഴുകുന്നിട ഉണ്ടാക്കാൻ പോവാ ഞാൻ. वहाँ दूध बहने वाली है। ഞാൻ പുതിയതൊന്നും ചെയ്യുക. ये देखो मैं नई चीजों को करता ഞാൻ हूँ, തുടങ്ങിയതാ. मैं शुरू कर ഞാൻ चुका हूँ, പണ്ട് പണിതതാ. मैंने पहले निर्माण ഇപ്പൊ किया था, പുതിയതൊന്നും ഞാൻ ചെയ്യാൻ പോവാ. अब मैं नई चीजों को निर्माण ഞാൻ कर रहा हूँ। അപ്പനിൽ പണി ആരംഭിച്ചതാ. जो पिता में शुरू किया, ഇപ്പൊ ഞാൻ പുതിയതൊന്നും ചെയ്യാൻ പോവാ. अब मैं नई चीजों को कर रहा പണി हूँ। അപ്പനിൽ നടത്തി. पिता में मैंने काम ഇപ്പൊ किया, ഞാൻ പുതിയതൊന്നും ചെയ്യാൻ പോവാ. अब मैं नई चीजों को कर रहा हूँ। വാഗ്ദത്തത്തിന്റെ തുടക്കം ഞാൻ അപ്പനിലിട്ടു. पिता के अंदर मैंने वायदे की शुरुआत को അതിന്റെ किया പൂർത്തീകരണം ഞാൻ ഇപ്പൊ എഴുതാൻ പോവാ. और उसका पूर्तिकरण संतान में करूंगा। അപ്പനിൽ തുടങ്ങിയത് जो पिता में शुरू ഇപ്പൊ हुआ, നിന്നിൽ ഞാൻ പൂർത്തീകരിക്കാൻ പോവാ. तेरे अंदर मैं उसका पूर्तिकरण നിന്നിൽ करने ഞാൻ वाला हूँ, രൂപപ്പെടുത്താൻ പോവാ. तेरे अंदर उसके रूप को അതുകൊണ്ട് निर्माण പഴയത് करूंगा। മറക്ക. इसलिए पुराने चीज को भूल जा, പുതിയത് എഴുതാൻ തയ്യാറാക. नए चीजों को लिखने की शुरुआत എത്ര कर। പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश है? യെസ്, പുതിയതൊന്ന് Amen. തുടങ്ങുന്നു. नई चीजों की शुरुआत, പുതിയതൊന്ന് തുടങ്ങുന്നു. नई चीजों की എല്ലാ शुरुआत। കണ്ണുകളും അടച്ചാട്ടെ. सारी आंखें को बंद करें, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. सारी आंखों को बंद करें। ഓ ദൂതന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് स्वर्गदूत यहाँ उतरे हैं പുതിയതൊന്ന് എഴുതാൻ. नई चीजों को लिखने के लिए। നീ വിശ്വസിക്ക. आप विश्वास करें, ഇന്നുവരെ നടക്കാത്തതൊന്നും, अभी तक जो कभी नहीं हुआ है, ഇന്നുവരെ നടന്നിട്ടില്ലാത്തതൊന്നും अभी तक जो संभव हुआ ही नहीं है, നിന്റെ പേര് നടക്കാൻ പോവാ. आपके नाम में वो संभव होगा। 38 വർഷത്തിൽ അതാ നടന്ന്. 38 साल में वही हुआ था। 12ാം വർഷത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീക്ക് അതാ നടന്ന്. और 12वें साल में वो रक्त बहने वाली स्त्री के साथ भी वही हुआ था। 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചപ്പോൾ നടന്നതാ. और 4 दिन के बाद जो शरीर भास मार रहा था उसके साथ भी यही घटना हुआ। ആ ദൈവം ഇന്ന് രാത്രി പറയുന്നു, और वो परमेश्वर आज आपसे कह रहा है, ഇന്നുവരെ നടക്കാത്തതൊന്നും आज तक जो संभव नहीं हुआ, ദൈവം നടത്താൻ പോന്നു. परमेश्वर वो आपके लिए संभव करने जा रहा है। थैंक यू होली स्पिरिट। അത് ശരീരത്തിൽ നടക്കാൻ പോകുന്നു. और वो आपके शरीर में प्रकट होगा। പുതിയൊരു ആരോഗ്യം, एक नया आरोग्य, പുതിയൊരു ആരോഗ്യം. एक नया आरोग्य, ഓ വയസ്സിനേക്കാൾ അപ്പുറത്ത് നിൽക്കുന്നു आपकी उम्र से भी पार रहने वाला एक ഒരു आरोग्य, ആരോഗ്യം നിന്റെ മേൽ വ്യാപരിക്കാൻ പോവാ. वैसा एक आरोग्य आपके ऊपर प्रकट होने वाला है। സ്കിന്നിന്റെ മേൽ ഒരു സൗഖ്യം നടക്കുന്ന ദൈവാത്മാ പറയുന്നു. और आपके स्किन के ऊपर एक आरोग्य, एक छुटकारा आ रहा है, ऐसे पवित्र आत्मा कह रहा है। ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്താണ്. जो स्वीकार करना चाहते हैं वो कर ഒരു रहे हैं। സൗഖ്യം നടക്കുക. एक चंगाई यहाँ पर प्रकट हो रहा സ്കിന്നിന്റെ है। മേൽ ഒരു സൗഖ്യം. आपके स्किन के ऊपर एक चंगाई। യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में। കർമ്മനാസികതന ഒരു സൗഖ്യം ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. यहाँ पर एक चंगाई प्रकट हो जाए, ഒരു സൗഖ്യം നടക്കട്ടെ. एक चंगाई प्रकट हो ഇത് जाए। ആരോഗ്യത്തിന്റെ റീസ്റ്റോറേഷൻ ഡേ ആകട്ടെ. ये पुनर्स्थापना का समय है। ആരോഗ്യത്തിന്റെ റീസ്റ്റോറേഷൻ ആകട്ടെ. ये आरोग्य का पुनर्स्थापना प्रकट हो जाए, യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम में, യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम में, യേശുവിന്റെ നാമത്തിൽ. यीशु मसीह के नाम में। ചിലരുടെ
അസ്ഥികൾ ജോയിന്റ് ചെയ്യുന്നിടത്ത് അത്ഭുതം നടക്കുക. और कुछ लोगों के हड्डी जहां पर जुड़ती है वहां पर छुटकारा प्रकट हो അത്ഭുതം जाए, നടക്കുക. वहां पर छुटकारा प्रकट हो अद्भुत जाए, നടക്കുക. वहां पर अद्भुत कार्य प्रकट हो रहा സൗഖ്യത്തിന് है. റെഡി ആയിക്കോ. चंगाई के लिए आप तैयार हो जाइए. പഴയതങ്ങ് മറന്നു. पुराने बातों को भूल പഴയത് जाइए, മറന്നു. पुराने बातों को ആ भूल പഴയ जाइए. രോഗത്തെ കുറിച്ചുള്ള ചിന്ത വിട്ടേര്. जो रोग के बारे में आपका पुराना सोच है उसे छोड़ दे. ഇതൊന്ന് ചെയ്യുന്നു. नया यहाँ पर घट रहा है അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. और उसके कोड़ियों के द्वारा आपको चंगाई मिल चुकी है ഓ വന്നുകൊണ്ടിരിക്കുന്നു. और वो आपको वहां पर प्रकट हो रहा है. ഊറാബലബ ഹതുര ജഗദന. സൗഖ്യങ്ങൾ നടക്കുക, സൗഖ്യങ്ങൾ നടക്കുക. चंगाइयां प्रकट हो रही है. ഓ കുളത്തിനകത്തല്ല, കരയിൽ നടന്നതുപോലെ. तालाब के अंदर नहीं पर जैसे तालाब के बाहर प्रकट हुआ. 38 വർഷത്തെ ചരിത്രം പൊളിഞ്ഞതുപോലെ जैसे 38 साल के इतिहास को तोड़कर फेंका ഇന്ന് गया. ചിലത് പൊളിയുകയാണ്. यहाँ पर आज रात को कुछ നിന്റെ तोड़कर फेंका जा ശരീരത്തിൽ रहा है. ചിലത് പൊളിച്ചെഴുതുക ദൈവം. आपके शरीर के ऊपर परमेश्वर कुछ ചിലത് बातों को तोड़कर नया लिख പൊളിച്ചെഴുതുക. रहा है. तोड़कर कुछ नए बातों को लिख रहा है. സാന്തരാദിയ. आराबाबाबाबा सिको റബഖസിയാദന. ഊറാബലബ ഹതുര ജഗദന. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. चंगाई प्रकट हो जाए. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. चंगाई प्रकट हो जाए. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. चंगाई प्रकट हो जाए. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. चंगाइयां प्रकट हो जाए. ഊറാബലബ ഹതുര ജഗദന. അർഖന ദിബന ഘടക സാന്തുര ദഗന ഘടമന അതല ഘടക സിയാദന. ഈ ചർച്ച ആരോഗ്യമുള്ള ചർച്ചയായി മാറട്ടെ. ये कलीसिया आरोग्य वाला कलीसिया അത് बन जाए. ശരീരത്തിൽ ആരോഗ്യം, शरीर के अंदर आरोग्य, മനസ്സിൽ ആരോഗ്യം, मन में आरोग्य ആത്മാവിൽ പുഷ്ടി. और आत्मा में पूर्ण മൂന്ന് आरोग्य. മേഖലയിലും ഇപ്പോൾ സൗഖ്യം നടക്കണം. तीनों स्तरों पर चंगाई प्रकट हो जाए. ഇത് കരുത്തരുടെ സഭയായി മാറട്ടെ. ये कलीसिया बलवंत का सभा ഇത് कलीसिया बन जाए. കരുത്തരുടെ കുടുംബമായി ये മാറട്ടെ. बलवंत लोगों का परिवार बन അവരുടെ जाए. ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. और उनके बीच में कोई भी ऐसा बलहीन नहीं था. ഇപ്പോൾ മുതൽ അത് സംഭവിക്കട്ടെ. और आज से अभी से वो प्रकट हो जाए. ഞാൻ ആത്മാവിൽ വീണ്ടും കേൾക്കുന്നു. मैं आत्मा में फिर से ये बात सुन रहा हूँ. പുതിയതൊന്ന് ചെയ്യുന്നു मैं एक नया कार्य कर रहा हूँ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം उसका अर्थ ये होता है ഇപ്പൊ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. अभी वो यहाँ पर संभव हो रहा है. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു വാക്കൂടെ പറഞ്ഞു. पर उसी बात के साथ परमेश्वर और एक बात जोड़कर कह रहा है आपसे. ഇപ്പോൾ അത് ഉത്ഭവിക്കും. और वो यहाँ पर अभी उत्पन्न होगा. അതിന്റെ അർത്ഥം और उसका मतलब ഇവിടെ തുടങ്ങാൻ പോവാ. अभी उसका शुरुआत होने वाला है. ചിലത് തുടങ്ങാൻ പോവാ. कुछ बातों का शुरुआत होने वाला है. 2022 നോർമൽ ആയിരിക്കത്തില്ല. 2022 हमारे लिए साधारण नहीं रहेगा. എഴുതി വെച്ചോ, സാധാരണമായിരിക്കത്തില്ല. लिख के रखिए, अगला साल हमारे लिए एक साधारण साल नहीं है. ഇവിടെ നോക്കിക്കോ, आप देख लेना. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം നേരിട്ട് കണ്ടിരിക്കും. आप परमेश्वर के महिमा को व्यक्तिगत रूप से देखोगे. എല്ലാ വർഷവും പോകുന്ന പോലെ 2022 പോത്തില്ല. हर साल जैसे गुजरा वैसे 2022 नहीं गुजरेगा. യോബ് പറഞ്ഞ പോലെ, जैसे आयुब ने कहा, ഇതുവരെ ഞാൻ വിശ്വസിച്ചത്, अभी तक जो मैंने विश्वास ഇതുവരെ किया ഞാൻ था, കേട്ടത്, अभी तक जो मैंने सुना था, ഞാൻ കാണുന്ന വർഷമായിരിക്കും 2022. और अगले साल वो रहेगा जो मैं देखूंगा, जो भी मैंने सुना और विश्वास किया. കാണുന്ന വർഷമായി 2022. 2022 हम कुछ बातों को देखने वाला साल है. തൊടുന്ന വർഷമായി 2022. कुछ बातों को छूने वाला साल है ഇവിടെ 2022. കേട്ട വർഷമല്ല 2022. 2022 ऐसा साल नहीं जिसके बारे में ഇവിടെ कुछ सुना കാണുന്ന हमने, വർഷം, पर हमने कुछ देखा हुआ നമ്മൾ തൊടുന്ന വർഷം, और हमने कुछ छुआ हुआ നമ്മൾ साल, രുചിക്കുന്ന വർഷം, और कुछ बातों को चखने वाला एक साल, നടക്കുന്ന വർഷം, और उसके अंदर हम चलने वाला साल, വസിക്കുന്ന വർഷം, और उसके अंदर हम निवास करने वाला एक साल, സ്വന്തമാക്കുന്ന വർഷം. और वो हम अपनाने वाला अपना एक എത്രപേർക്ക് साल. ഇത് മനസ്സിലാവുന്നുണ്ട്? कितने लोग इस बात को समझ पा रहे हैं? ചിലത് സ്വന്തമാക്കാൻ പോവാ, कुछ बातों को मैं अपनाने वाला हूं. ചിലത് അവകാശമാക്കാൻ कुछ പോവാ, बातों को आप अधिकार में നീ प्राप्त ചിലത് करोगे. തൊടാൻ പോവാ, कुछ बातों को आप छूने वाले हो. നീ ചിലത് തൊടാൻ പോവാ, कुछ बातों को आप छूने वाले हो. ചിലത് എഴുന്നേറ്റ് കാണാൻ പോവാ, कुछ बातों को आप खड़े होकर देखने वाले हो. ചിലത് അവകാശമാക്കാൻ कुछ പോവാ. बातों को आप अधिकार में प्राप्त करने वाले हो. കാരണം നിന്റെ കർത്താവ് റിയാലിറ്റിയാ. क्योंकि आपका परमेश्वर सच्चा परमेश्वर അവൻ है. വെറും വിശ്വാസം മാത്രമല്ല, वो सिर्फ विश्वास में ही नहीं അവൻ दिखा देता, റിയാലിറ്റിയാ. वो एक
सच्चाई है അവൻ നിന്റെ കൂടെ, और वो आपके साथ നീ അവന്റെ കൂടെ, और आप उसके साथ അവൻ रहते हो। നിന്റെ കൂടെ, परमेश्वर आपके साथ അവന്റെ കൂടെ, और आप उस परमेश्वर के അവൻ साथ, നിന്റെ കൂടെ, परमेश्वर आपके നീ साथ, അവന്റെ കൂടെ. आप उस परमेश्वर വാ के തുറന്ന് साथ പറഞ്ഞാട്ടെ, आपके मुंह को खोल कर कहिए, അവൻ നിന്റെ കൂടെ, परमेश्वर आपके साथ നീ അവന്റെ കൂടെ, और आप उस परमेश्वर के ഞാൻ साथ, അവന്റെ കൂടെ, मैं परमेश्वर के അവൻ साथ എന്റെ കൂടെ, और परमेश्वर मेरे ഞാൻ साथ, അവന്റെ കൂടെ, मैं परमेश्वर के അവൻ साथ എന്റെ കൂടെ. और परमेश्वर मेरे അവൻ साथ, ഇപ്പോ അത് നടക്കാൻ और തുടങ്ങി, अभी वो प्रकट हो रहा ഇപ്പോ है, അത് നടക്കാൻ തുടങ്ങി. और अभी वो प्रकट हो रहा है। ഇന്നുവരെ അത് വിശ്വാസമായിരുന്നു, अभी तक सिर्फ वो मेरा ഇന്നു विश्वास മുതൽ അത് था, റിയാലിറ്റിയാണ്. पर आज से वो मेरे वास्तविकता ഞാൻ में അവന്റെ दिखाई കൂടെ നടക്കാൻ देगा പോവാ. और मैं उसके साथ चलने അവൻ वाला हूँ। എന്റെ കൂടെ നടക്കാൻ പോവാ. परमेश्वर मेरे साथ चलने ഞാൻ वाला है। അവന്റെ കൂടെ നടക്കാൻ मैं പോവാ. परमेश्वर के साथ അവൻ चलने वाला എന്റെ हूँ। കൂടെ നടക്കാൻ, और वो परमेश्वर मेरे साथ ഞാൻ चलने അവനെ वाला है। തൊടാൻ പോവാ. मैं उसे छूने वाला അവൻ हूँ। എന്നെ തൊടാൻ പോവാ. परमेश्वर मुझे छूने वाला ഞാൻ है। അവനെ തൊടും, मैं परमेश्वर को അവൻ എന്നെ छूऊंगा। തൊടും. परमेश्वर मुझे ഞാൻ छूएगा। അവനെ കാണും, मैं परमेश्वर को അവൻ എന്നെ देखूंगा കാണും. और परमेश्वर मुझे ഞാൻ देखेगा അവന്റേത്, और मैं उसका हूँ। അവൻ എന്റേത്. परमेश्वर मेरा है। ഞാൻ അവന്റേത്, मैं परमेश्वर का हूँ। അവൻ എന്റേത്. परमेश्वर मेरा है। ഞാൻ അവന്റേത്. मैं परमेश्वर का അവൻ हूँ। എന്റേത്. परमेश्वर मेरा है। വിശ്വസിക്കാൻ കഴിയുന്നവർ जो विश्वास कर വാ सकते हैं തുറന്നത് പറഞ്ഞാട്ടെ. मुंह खोल कर कहिए। ഊറാബാലബ ഹതുരാ ജഗദന. പ്രാർത്ഥന. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, ഈ നല്ല രാത്രിക്ക് നന്ദി. इस सुंदर रात के समय के लिए धन्यवाद। നീ അടിയനോട് പറയാൻ പറഞ്ഞത് പറഞ്ഞു. मुझसे जो भी आपने बांटने के लिए कहा वो सब मैंने कहा यहाँ पर, അങ്ങയുടെ നിർബന്ധമാണ് ഞാൻ ഈ ജനത്തോട് പറഞ്ഞത്. और आपकी इच्छा को, आपकी जबरदस्ती को मैंने यहाँ पर बांटा है। പുതിയതൊന്ന് ആരംഭിക്കുന്നതിനാൽ സ്തോത്രം. और नया बात का शुरुआत यहाँ पर हो चुका है, അതിപ്പോൾ इसके लिए धन्यवाद। ഉത്ഭവിച്ചതിനാൽ സ്തോത്രം. वो यहाँ पर उत्पन्न हो चुका है, इसके लिए धन्यवाद। ഞങ്ങളെ അതിലേക്ക് പിടിച്ചു കയറ്റിയതിനാൽ और സ്തോത്രം. आप हमारे हाथों को पकड़कर उसके अंदर प्रवेश करवाए, इसके लिए धन्यवाद। പഴയതിനെ മറക്കാൻ, पुराने बातों को भूल जाने के लिए, മുമ്പുള്ളതിനെ മറക്കാൻ और जो पिछली बातें उन सब बातों को भूल जाने ഞങ്ങളെ के लिए അവിടുന്ന് ഇടയാക്കണമേ. आप हमको सहायता दे। ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. उस बातों के लिए हम समर्पित करते हैं। കർത്താവ്, ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങൾക്കായി സ്തോത്രം. और इस साल के अंतिम दिनों के लिए हम आपको धन्यवाद ഇത് देते हैं അത്ഭുത परमेश्वर। വർഷമായിരുന്നല്ലോ. ये अद्भुत का एक वर्ष था परमेश्वर, ഇതിനേക്കാൾ ഏറ്റവും കരുത്തുറ്റ ഒരു വർഷം ഞങ്ങൾക്കായി തുറക്കുന്നല്ലോ. और इससे भी सामर्थ्यवान एक साल हमारे लिए खुल रहा है। അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. उसके लिए हम इंतजार कर रहे हैं। പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना इसके लिए धन्यवाद। യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में इस प्रार्थना को पूछते हैं। ആമേൻ. आमेन, ആമേൻ. आमेन, आमेन, आमेन। പിതാവായ ദൈവത്തിന്റെ സ്നേഹം, पिता परमेश्वर का प्रेम, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, पुत्र यीशु मसीह का कृपा പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ और पवित्र आत्मा की संगति എല്ലാവരോടും കൂടെ आप सभी के साथ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. सदा समय बनी रहे। ആമേൻ. आमेन। ജയം തന്ന ദൈവത്തിന് സ്തോത്രം. जय दिया परमेश्वर की महिमा करे। हालेलुया, हालेलुया, हालेलुया। God bless you all.